ഗുഡ് മോർണിംഗ് എവറിബഡി. ഇന്നത്തെ ഞാൻ ഒരു പക്ഷേ ഏറ്റവും ചൂടേറിയ ഒരു സെഷൻ എന്ന് വിചാരിക്കുന്ന ഒരു സെഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ആയി തന്നെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് പാനൽ മെമ്പേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നവരായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എങ്കിലും ഫോർ ദ ഇൻഫർമേഷൻ ഓഫ് ദി നോയിങ് പീപ്പിൾ, മിസ്റ്റർ രാജീവ് ശങ്കരൻ കറന്റ്ലി റിസാല അപ്ഡേറ്റിൻ്റെ എഡിറ്റർ ഇൻ ചീഫാണ്. അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് മീഡിയ പേഴ്സൺ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ കരിയർ പാത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നതായിരിക്കും. ആൻഡ് മനീല സി മോഹൻ, പെൺപുലി എന്ന് നമുക്ക് പറയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ്. ഇപ്പോൾ ട്രൂ കോപ്പി തിങ്കിൻ്റെ എഡിറ്റർ ഇൻ ചീഫ്. ഇവരുടെ കരിയറിലൂടെയും ഇവരുടെ മാധ്യമ എക്സ്പീരിയൻസിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുന്നതായിരിക്കും. സോ വൺസ് അഗെയിൻ വെൽക്കം ഓൾ ടു ദിസ് സെഷൻ. ദി സെഷൻ ഈസ് നെയിംഡ് മീഡിയ എത്തിക്സ് ഇൻ ദ പോസ്റ്റ് ട്രൂത്ത് എറ, അതല്ലെങ്കിൽ സത്യാനന്തര കാലത്തെ മാധ്യമ ധർമ്മം. അത് ചോദിക്കാനും നമുക്ക് ഗ്രില്ല് ചെയ്യാനും പറ്റിയ ഏറ്റവും അനുയോജ്യരായ രണ്ട് വ്യക്തികളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഈ പോസ്റ്റ് ട്രൂത്ത് എറ എന്ന് പറയുന്ന ഒരു വേർഡ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി 2016 ഏറ്റവും മോസ്റ്റ് പ്രോമിനന്റ് വേർഡ് ഓഫ് ദ ഇയർ എന്ന് സെലക്ട് ചെയ്ത വേർഡാണ് പോസ്റ്റ് ട്രൂത്ത് എറ എന്ന് പറയുന്നത്. അതിന് കോയിൻസിഡൻസ് ആയിട്ട് ആയിരിക്കാം 2016 ലോകം കണ്ട മറ്റൊരു പ്രധാന സംഭവം എന്ന് പറയുന്നത് അമേരിക്കയിൽ ട്രംപ് ഹിലരി ക്ലിന്റനെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നു എന്നുള്ളതാണ്. കോയിൻസിഡൻസ് ആണോ അല്ലെ അതിനുശേഷമാണോ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഇതിനെ സെലക്ട് ചെയ്തത് എന്നുള്ളത് എനിക്കറിയില്ല, ഇവർക്കറിയാമായിരിക്കാം. എനിവേസ്, പോസ്റ്റ് ട്രൂത്ത് എറ, മീഡിയ ആൻഡ് പൊളിറ്റിക്സ്, ഈ രണ്ട് ഫീൽഡിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അവർ കോയിൻ ചെയ്തെടുത്തത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുകൊണ്ട് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് വിചാരിക്കുന്നു. മിസ് മനീല, സിൻസ് വി ആർ ഇൻ ദ മെജോറിറ്റി ഹിയർ, ഷാൽ വി ആസ്ക് ദ ജെന്റിൽമാൻ ടു ഗോ ഫസ്റ്റ്? ഓക്കെ, സാറിൻ്റെ കരിയർ ഗ്രാഫ് റിസാല അപ്ഡേറ്റിലാണ് ഇപ്പോൾ തുടങ്ങിയത്. ദേശാഭിമാനി, അതിനുശേഷം കൈരളി ചാനൽ. ഓക്കെ, ലാസ്റ്റ് ഫസ്റ്റ്. ഓക്കെ, മാധ്യമം ഉണ്ട്, അതിനിടയ്ക്ക് കൈരളി, ഇന്ത്യ വിഷൻ, ജീവൻ TV, വർത്തമാനം ഡെയിലി, സിറാജ് ഡെയിലി, മീഡിയ വൺ അലോങ് സ്റ്റിൻഡ് ദർ, ഫൈനലി അറ്റ് റിസാല അപ്ഡേറ്റ്. നമ്മുടെ ഈ ടോപ്പിക്കുമായിട്ട് സാറിൻ്റെ ഈ ഒരു കരിയർ ചേഞ്ച് അല്ലെങ്കിൽ കരിയർ അല്ല എംപ്ലോയർ ചേഞ്ചിന് ബന്ധമുണ്ടോ? ഈ തുടക്കത്തിൽ തന്നെ കുഴക്കുന്നൊരു ചോദ്യമാണ്. സത്യാനന്തര കാലത്തെ മാധ്യമ ധാർമ്മികത എന്ന് വേണമെങ്കിൽ നമുക്കതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം നിങ്ങളുടെ വിഷയത്തെ. എൻ്റെ ഒരു കരിയർ ചേഞ്ചിന് കുറേയൊക്കെ ബന്ധങ്ങളുണ്ട്, എന്നാൽ അത് പൂർണ്ണമായും അങ്ങനെയല്ല. രണ്ട് രീതിയിലും പറയാം. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ കരിയർ ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞാൽ മാധ്യമത്തിലാണ് തുടങ്ങുന്നത്. കൈരളിയിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു, ഞാനും മനിലയും കൈരളി തുടങ്ങുന്ന സമയത്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ ജീവൻ, വർത്തമാനം, ഇന്ത്യ വിഷൻ, ദെൻ സിറാജ്, മീഡിയ വൺ, ഇപ്പോൾ റിസാല അപ്ഡേറ്റ്. ഇതാണ് എൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്, കരിയർ ജേർണി. അതിൽ രണ്ട് സ്ഥാപനങ്ങളിൽ തന്നെ പുറത്താക്കിയതാണ്, മാധ്യമത്തിൽ നിന്നും കൈരളിയിൽ നിന്നും. ദാറ്റ് മീൻസ് അതിന് ധാർമ്മികതയുമായൊരു എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ അത് വിശദീകരിക്കേണ്ടത് ആ സ്ഥാപനങ്ങളാണ്, ഞാനല്ല. മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ അതിന് ഇതുമായി ഡെഫിനറ്റ്ലി ബന്ധമുണ്ടായിരുന്നു എന്നെനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യ വിഷൻ, ഒരു 3-3.5 കൊല്ലം ഞാൻ ഇന്ത്യ വിഷനിലുണ്ടായിരുന്നു. ഇന്ത്യ വിഷനിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ളൊരു സാഹചര്യം അതിൽ നിങ്ങൾക്ക് എത്രത്തോളം പേർക്ക് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ ബ്രീഫായിട്ട് അതൊന്ന് പറയാം. കാശ്മീർ അതിർത്തി പോയിട്ട് 4 മലയാളികൾ അവിടെ ഏറ്റുമുട്ടലിൽ മരിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നു. ഒരു 2008, 2009 ആ സമയത്താണ്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പരിശോധനകൾ നടക്കുന്നു. 4 പേരും മുസ്ലിങ്ങളാണ് അവിടെ പോയി മരിച്ചു എന്ന് പറയുന്നത്. പക്ഷെ ഇവരുടെ മൃതദേഹം ഇങ്ങോട്ട് എത്തിച്ചിട്ടില്ല. ഇവരവിടെ തന്നെയാണോ മരിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല, കൃത്യതയില്ല. എല്ലാ തരത്തിലുള്ള സംശയങ്ങളും സന്ദേഹങ്ങളും ഒക്കെ അവശേഷിപ്പിക്കുന്നു. പക്ഷേ മാധ്യമങ്ങളെല്ലാം വലിയ തോതിൽ ഇത് അവിടെ തന്നെയാണ് മരിച്ചത്, ഏറ്റുമുട്ടലിലാണ് മരിച്ചത് എന്ന് സ്ഥാപിക്കാൻ
വലിയ വായിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് വലിയ റെയ്ഡുകൾ നടക്കുകയാണ് കേരളത്തിൽ. അങ്ങോളം ഇങ്ങോളം വലിയ പരിശോധനകൾ നടക്കുന്നു. ഇവരുമായി ബന്ധമുള്ള ആളുകളെ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമം നടക്കുന്നു. ഇവർ ഏതൊക്കെ സംഘടനകളിൽ പ്രവർത്തിച്ചു എന്ന് പരിശോധന നടക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് പല സ്ഥാപനങ്ങളുടെയും പല സംഘടനകളുടെയും ഓഫീസുകളിൽ പരിശോധന നടക്കുന്നു. ഇങ്ങനെ വലിയ തോതിൽ ഇത് നടക്കണം. അപ്പോൾ അന്ന് ഇത്രയധികം ചാനലുകളായിട്ടില്ല, എന്നാലും മത്സരിക്കാൻ ആവശ്യമായ ചാനലുകളൊക്കെ ഉണ്ട് താനും. അപ്പോൾ എല്ലാ ചാനലുകളും രാവിലെ മുതൽ ലൈവാണ്. ഇന്ന് കാണുന്നത് പോലെ അങ്ങനെ കണ്ടിന്യൂസ് ലൈവ് അല്ലെങ്കിൽ പോലും എല്ലാ ബുള്ളറ്റിനിലും തുടങ്ങുന്നത് ഈ വാർത്ത വെച്ചിട്ടാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വാർത്തയുടെ ലൈവ് റിപ്പോർട്ടിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ കോഴിക്കോട് നിന്ന് ആളുകൾ മുഴുവൻ ഇങ്ങനെ അലറുകയാണ്. അവിടെ റെയ്ഡ് ചെയ്തു, ഇവിടെ റെയ്ഡ് ചെയ്തു, ലഘുലേഖ പിടിച്ചു, നോട്ടീസ് പിടിച്ചു, മറ്റേ സംശയകരമായ ഉപകരണങ്ങൾ പിടിച്ചു, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇങ്ങനെ എല്ലാ ചാനൽ റിപ്പോർട്ടർമാരും, ഞാൻ ചാനൽ റിപ്പോർട്ടർമാരെ കുറ്റം പറയല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തിൽ ഇപ്പോഴും നിൽക്കുന്ന റിപ്പോർട്ടർമാരുടെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. അന്നും അവരിത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര പ്രശ്നമാണ്. അപ്പം എന്നെ അന്ന് നികേഷാണ് ഇന്ത്യ വിഷൻ്റെ ചുമതലക്കാരൻ. ഞാൻ കോഴിക്കോട് വന്ന് ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബാക്കിയുള്ളവരൊക്കെ ലൈവ് നിൽക്കുന്നുണ്ട്, നിങ്ങളും ലൈവ് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാണ് ലൈവ് നിൽക്കുന്നത്? അല്ല, അവിടെ റെയ്ഡ് നടത്തി, ലഘുലേഖ പിടിച്ചു, നോട്ടീസ് പിടിച്ചു, ഇതൊക്കെ വലിയ പ്രശ്നമാണ്, രാജ്യദ്രോഹമായി ബന്ധിപ്പിക്കാവുന്ന മെറ്റീരിയൽസ് ഒക്കെ പിടിച്ചിട്ടുണ്ട്, നിങ്ങളിത് പറയണ്ടേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ റെയ്ഡ് നടത്തുന്ന ഉദ്യോഗസ്ഥരോട് പലരോടും ചോദിച്ചു, എന്താ പിടിച്ചിരിക്കുന്നത്? അവരിൽ പലരും പറയുന്നത് സാധാരണ നോട്ടീസുകളാണ്, ഇത് പരിശോധിക്കണം, ഈ നോട്ടീസിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ, യോഗം വിളിച്ച നോട്ടീസ്, അല്ലെങ്കിൽ പൊതുസമ്മേളനം വിളിച്ച നോട്ടീസ്, കവലയോഗം വിളിക്കുന്ന നോട്ടീസ്, ഇതൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ചില പുസ്തകങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്, ആ പുസ്തകത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ നമ്മളിത് എങ്ങനെയാണ് മുൻവിധിയോടുകൂടെ ഇത് മുഴുവൻ രാജ്യദ്രോഹ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് അത് പറയാൻ എന്നെ കിട്ടില്ല. ആകെ 2-3 വരിയെ വാർത്തയായിട്ട് കൊടുക്കാനുള്ളൂ. കാശ്മീരിൽ ഇങ്ങനെ 4 ആളുകൾ വെടിയേറ്റ് മരിച്ചു എന്ന വാർത്തയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് പല ഭാഗത്തും റെയ്ഡ് നടക്കുന്നുണ്ട്. ആ റെയ്ഡുകളിൽ ഇങ്ങനെ ലഘുലേഖകളും നോട്ടീസുകളും കണ്ടെടുത്തതായിട്ട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇത്രയേ വിവരമുള്ളൂ, വേറൊരു വിവരവുമില്ല. ലൈവിൽ പ്രസംഗിക്കാൻ പാകത്തിനുള്ള വിവരമൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലിൻ്റെ പത്രാധിപർ എന്നുള്ള നിലയിൽ അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. പിന്നെ എന്നെ ഡെസ്കിൽ നിന്ന് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ബ്യൂറോയിലെ വേറെ ആരെങ്കിലും ഇങ്ങനെ നിൽക്കാൻ പറയൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കില്ലാത്ത വിവരം ഈ ബ്യൂറോയിൽ വേറെ ആർക്കുമില്ല തൽക്കാലം, അവരാരും ഇവിടെ നിന്ന് ലൈവ് നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്കറിയാലോ, വലിയ യുദ്ധമായിരുന്നു അന്ന് മുഴുവൻ. നിൽക്കില്ല എന്ന് ഞാനും, നിൽക്കണം എന്ന് നികേഷ് അടക്കമുള്ള ഡെസ്ക് ആളുകൾ, അവരെ ഞാൻ കുറ്റം പറയില്ല. കാരണം വെച്ചാൽ അവർ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ വാർത്ത ലൈവായി തത്സമയം കൊടുക്കാൻ പറ്റില്ല, അവരുടെ റേറ്റിംഗ് താഴേക്ക് പോകും. ബാക്കിയുള്ളവർക്ക് ഇത് കൊടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അന്ന് വൈകുന്നേരം ഈ റെയ്ഡൊക്കെ നടത്തുന്ന ഏജൻസിയുടെ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് ഉണ്ട്, സെൻട്രൽ ഇൻ്റലിജൻസ് ഉണ്ട്, ഇവരൊക്കെ കൂടെ തമ്പടിക്കുന്ന ഒരു ഓഫീസിൽ അപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ തിരിച്ചു വന്നിട്ട് ഇപ്പോൾ വിവരം അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയി. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഞാൻ ജേർണലിസ്റ്റുകളുടെ പേരൊന്നും പറയുന്നില്ല, കാരണം പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് പറയുന്നില്ല. ഇപ്പോഴും കോഴിക്കോട് വളരെ സജീവമായി നിൽക്കുന്ന വളരെ സീനിയർ ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. എല്ലാവരോടും ഒന്ന് തമ്പടിച്ചേക്കുക ഈ ഓഫീസിൽ. ചിലർ അവിടെ നിന്ന് തന്നെ ടെലീനൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ അപ്പോഴും ഇത് കൊടുക്കുന്നില്ല. എന്തെങ്കിലും വിവരം അവർ പറയുകയാണെങ്കിൽ കൊടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. 1 മണിക്കൂർ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോവാണ്, നിങ്ങളിവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നോളൂ, നിങ്ങൾ എന്ത് കിട്ടിയാലും കൊടുത്തോളൂ, അത് കിട്ടിയില്ല എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി കൊടുത്താൽ മതിയില്ല, എനിക്ക് ഇനി കാത്തുക്കാൻ വയ്യ, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഒന്നും കിട്ടാനില്ല എന്ന് നമുക്ക് ആ നേരം കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഭാഗ്യത്തിനോ അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യത്തിനെന്ന് പറയാം, ഞാൻ ഇറങ്ങുന്ന കണ്ടപ്പോൾ കൂടെ ഇറങ്ങാൻ വേറെ 2-3 ചാനലുകളുടെ ആളുകൾ കൂടെ തയ്യാറായി. അപ്പോൾ അവരും ഇറങ്ങി. അപ്പോൾ പത്രങ്ങളിലെ ആളുകളും കൂടെ ഇറങ്ങി. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ആളുകളും കൂടെ ഇറങ്ങി. ഇത് അവിടെ അവസാനിക്കുന്നു. പിറ്റേ ദിവസമല്ല, അതിൻ്റെ 3-ാമത്തെ ദിവസം രാവിലെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണിക്കുന്നത് ഒരു മര്യാദകേടാണ് എന്ന തോന്നൽ നമ്മുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുകയാണ്. കാരണം ഒരു കാര്യമില്ലാതെ, ഒരു വിവരവും ഇല്ലാതെ നമ്മൾ ഈ കഥ ഇങ്ങനെ വിളിച്ചു പറയുന്നതിലുള്ള ഒരു വേദന നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്.
ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ മൂന്നാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് ഇതിൻ്റെ ചരിത്രവും ഇതിനു മുമ്പുണ്ടായ ഈ സമാനമായ സംഭവങ്ങളും എല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു ലേഖനം എഴുതി മാധ്യമത്തിന് അയച്ചു. മാധ്യമം പിറ്റേ ദിവസം അത് പ്രസിദ്ധീകരിച്ചു, എൻ്റെ പേരിൽ തന്നെ പ്രസിദ്ധീകരിച്ചു. അന്ന് വൈകുന്നേരം നികേഷ് എനിക്കൊരു ഷോക്കോസ് നോട്ടീസ് തന്നു. ഇത് ലൈവ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ഇതേക്കുറിച്ച് ചാനലിനെ കുറ്റപ്പെടുത്തുന്ന വിധത്തിൽ മാധ്യമത്തിൽ ലേഖനം എഴുതുകയും ചെയ്തതിന് വിശദീകരണം നൽകണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ നികേഷിനെ കുറ്റം പറയല്ല കേട്ടോ, ഇത് ആ സ്ഥാപനത്തിൻ്റെ മേധാവി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്യേണ്ട പണി തന്നെ. എനിക്കൊരു ഷോക്കോസ് നോട്ടീസ് തന്നു. ഞാൻ അതിന് വളരെ വിശദമായിട്ടൊരു 3 പേജിൽ പത്രത്തിൽ എഴുതിയ ലേഖനത്തെക്കാൾ കൂടുതൽ ദൈർഘ്യമുള്ള ഒരു മറുപടി നികേഷിന് കൊടുത്തു. അത് കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ HR എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഡൽഹിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മറ്റന്നാൾ ഡൽഹിയിൽ പോയി ചാർജ് എടുക്കണം എന്ന് പറഞ്ഞു. അതായത് ഇന്ന് ഞാനൊരു ഷൂട്ടർ പോയേക്കായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ സോഷ്യോളജി വിഭാഗത്തിലെ അധ്യാപകനുള്ള കുറ്റിക്കാട്ട്, അദ്ദേഹത്തിൻ്റെ നാട് കുറ്റിക്കാട്ടൂരാന്ന് പറഞ്ഞു. ഞാൻ കുറ്റിക്കാട്ടൂർ അങ്ങാടി നിൽക്കുക ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട്. അപ്പോഴാണ് എന്നെ HR എന്ന് വിളിക്കുന്നത്, നിങ്ങൾ ഡൽഹിക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്, ട്രാൻസ്ഫർ ഓർഡർ ഇപ്പോൾ ഫാക്സ് ചെയ്യും, നിങ്ങൾ മറ്റന്നാൾ ഡൽഹിയിൽ ചുമതല ഏൽക്കണം എന്ന് പറഞ്ഞു. അതായത് ഇന്ന് ട്രാൻസ്ഫർ ഓർഡർ കിട്ടുന്നു, മറ്റന്നാൾ ഡൽഹിയിൽ ചുമതല ഏൽക്കുന്നത്. അന്ന് ഇങ്ങനെ ആളുകൾ നിരന്തരം ഫ്ലൈറ്റിലൊന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഓഫീസിലേക്ക് എത്തും. ഓഫീസിലെത്തി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചൊരു ഫാക്സ് അങ്ങോട്ട് തരും. അതെൻ്റെ രാജിക്കത്താണ്, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് രാജിവെക്കുന്നതിന്. അതൊന്ന് നികേഷിനോട് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഞാൻ നേരിട്ട് വിളിച്ച് പറയാം എന്ന് പറഞ്ഞു. തിരിച്ചു ചെന്നു. ആദ്യം ചെയ്ത പണി പറഞ്ഞ പോലെ തന്നെ ഒരു രാജിക്കത്ത് എഴുതി ഓഫീസിലേക്ക് അയച്ചു. അത് കഴിഞ്ഞിട്ട് അന്നും ഇന്നും ഇന്ത്യ വിഷൻ കമ്പനിയുടെ ചെയർമാനായിരിക്കുന്ന MK മുനീറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് 54 ദിവസത്തെ അവധി പെൻഡിങ് ഉണ്ട്. 54ാമത്തെ ദിവസം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ രാജിക്കത്ത്, എൻ്റെ രാജി 54ാമത്തെ ദിവസം 55ാമത്തെ ദിവസം പ്രാബല്യത്തിൽ വരും എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ രാജിക്കത്തുള്ളത്. ഈ 54 ദിവസത്തെ ശമ്പളം എനിക്ക് തരണം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഓഫീസിൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് സത്യാഗ്രഹം ഇരിക്കും എന്ന് മുനീറിനോട് പറഞ്ഞു. അപ്പോൾ മുനീർ പറഞ്ഞു, വീട്ടിലേക്ക് വരൂ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് സംസാരിക്കാനൊന്നുമില്ല, ഞാൻ ഈ പറഞ്ഞ കാര്യമുള്ളൂ, എനിക്ക് ഇന്ത്യ ആവശ്യം തന്നെ ജോലി ചെയ്തുള്ള നിർബന്ധമൊന്നുമില്ല. കാര്യം എന്താണ് എന്ന്, നിങ്ങൾ എന്തിന് രാജിവെച്ചു എന്നുള്ളതിന് മാധ്യമത്തിൽ ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന സത്യാനന്തര ലോകം എന്ന് 2016 ഡിക്ഷണറിയിൽ ചേർത്തിട്ടേ ഉള്ളൂ എങ്കിൽ പോലും ഇതിൻ്റെ തുടക്കം ഇന്നോ ഇന്നലെയൊന്നുമില്ല. അത് വളരെ ദീർഘകാലം മുമ്പേ തുടങ്ങിയതാണ്. അതിൻ്റെ അനുരണനങ്ങൾ ഈ മാധ്യമ പ്രവർത്തനത്തിലും വളരെ മുമ്പേ തന്നെ ഉണ്ടായിട്ടുണ്ട്, വളരെ മുമ്പേ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് കുറച്ചും കൂടെ വലുതാകുകയും അത് കുറെ കൂടെ വിശ്വാസ്യതയോടുകൂടെ കൊണ്ടുവരാൻ ആളുകൾ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ള എൻ്റെ പുറത്തു പോക്കുകൾ, ഇപ്പോൾ ഇന്ത്യ വിഷൻ വിട്ട് കഴിഞ്ഞ് ഞാൻ സിറാജിലേക്കാണ് പോകുന്നത്. സിറാജിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അവിടെ നിന്ന് രാജിവെക്കുന്നത് ഒരു പുതിയ ഓപ്ഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല മീഡിയ ഓണിലേക്ക് പോകാനായിട്ട്. മീഡിയ ഓൺ മാനേജ്മെൻറ്റ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മറുപടി, സിറാജ് നൽകുന്ന ശമ്പളമല്ല, ശമ്പളവും അവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യവും കൂടെ ചേർത്താൽ കിട്ടുന്നൊരു തുക അത് തരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങോട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെയും ചില കമ്പൽഷൻസ് വന്നപ്പോഴാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ നിന്ന് രാജിവെച്ചിറങ്ങുമ്പോഴും ജേർണലിസ്റ്റിക് എത്തിക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ അഭിമുഖീകരിച്ചിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം അനാവശ്യമായ പക്ഷം പിടിക്കലുകൾ, ആ പക്ഷം പിടിക്കലുകൾക്ക് വേണ്ടി വേണമെങ്കിൽ BJPയെ ന്യായീകരിക്കാം എന്ന് വരെ ചിന്തിക്കുന്ന ഒരു എഡിറ്റോറിയൽ രീതി. പിന്നെ ഇന്ന് കച്ചവടം എന്താണോ ആവശ്യപ്പെടുന്നത് ആ കച്ചവടം നടത്തി കൊടുക്കലാണ് നമ്മളുടെ ജോലി എന്ന് സിദ്ധാന്തിക്കുന്ന എഡിറ്റർമാർ, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് അനുഭവിച്ചിട്ടുമുണ്ട്. എക്സെപ്ഷനായി നിന്ന ഒരേ ഒരാൾ ഒരുപക്ഷെ മാധ്യമത്തിൻ്റെയും മീഡിയാവിൻ്റെയും എഡിറ്റർ ഇൻ ചീഫായി അല്ലെങ്കിൽ ഗ്രൂപ്പ് എഡിറ്ററായിരുന്ന അബ്ദുറഹ്മാൻ മാത്രമാണ്. കൺസിസ്റ്റൻ്റായി എന്തായിരിക്കണം ജേർണലിസ്റ്റിക് എത്തിക്സ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഏക മനുഷ്യൻ അദ്ദേഹം മാത്രമായിരുന്നു. അത് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങിയ കാലം മുതൽ ഇന്നോളം ഇനി അങ്ങോട്ടും അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കിയുള്ളവർ മുഴുവൻ അവസരത്തിനനുസരിച്ച് അവരവരുടെ നിലപാടുകൾ മാറ്റുകയും അത് സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ന്യായങ്ങൾ നിരത്തുകയും, നമ്മൾ ഈ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന പല എഡിറ്റർമാരും അല്ലെങ്കിൽ എഡിറ്റർമാർ പറഞ്ഞ ഒരു വാചകമാണ് ഞാൻ ഈ പറഞ്ഞത്, ഇന്ന് എന്താണോ വിൽക്കേണ്ടത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പോണോഗ്രാഫി കാണാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും, അത് കൊടുക്കലല്ലോ നമ്മുടെ പണി എന്ന്
ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ കോൺഫറൻസ്, ഇത് കോൺഫറൻസിലാണ് നടക്കുന്നത്. കോൺഫറൻസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ വേറൊരു കൊളീഗിനെ വിളിച്ചു ചോദിച്ചു, രാജീവിന് എന്താ കുഴപ്പം, രാജീവ് ഇങ്ങനെ എന്തിനാ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചത്രേ. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇതൊക്കെ റിലേറ്റഡ് ടു മീഡിയ എത്തിക്സ്. അത് ഇന്ത്യ വിഷനിലുണ്ടായിരുന്നപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്, മീഡിയ ഓണിലുണ്ടായിരുന്നപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്. താരതമ്യേന കുറവ് അനുഭവിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പാർട്ടിസാൻ എന്ന് നമുക്ക് എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന മാധ്യമങ്ങളാണ്. ദേശാഭിമാനിൽ എനിക്കിത് അനുഭവിക്കേണ്ടിയേ വന്നിട്ടില്ല. ഒരുപക്ഷെ അത് കുറച്ചുകൂടെ പഴയ കാലത്തായതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു തവണ പോലും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് പറ്റിയ പിഴവുകളുടെ പേരിൽ മാനേജ്മെന്റ് നോട്ടീസ് നൽകിയപ്പോൾ പോലും എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന വിധത്തിലാണ് അവിടുത്തെ ജേർണലിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റാൻഡ് എടുത്തത്. അതുപോലെ ഞാൻ നേരത്തെ സംസാരിച്ച സിറാജിന്റെ കാര്യം, എനിക്ക് ഒരു തവണ പോലും, നമുക്ക് പുറത്തുനിന്ന് ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ പറയാം അത് കാന്തപുരം എ പി വിഭാഗത്തിന്റെ പത്രമാണ്, അവർ വളരെ യാഥാസ്ഥിതികരാണ്, അവർക്ക് വളരെ യാഥാസ്ഥിതികമായ നിലപാടുണ്ട്, ശരിയാണ്. പക്ഷെ ആസ് എ ജേർണലിസ്റ്റ് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന വിധത്തിലുള്ള ധാർമ്മികമായ പ്രതിസന്ധികളൊന്നും അവർ നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം. ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവം മാത്രമാണ് കേട്ടോ. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് എന്ന് പൊതുവൽക്കരിച്ചല്ല പറയുന്നത്, ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം മാത്രം പറയുകയാണ്. ഓക്കെ, താങ്ക് യു സർ. നൗ ഗോയിങ് ടു മിസ് വനീല. സ്വാഭാവികമായും താങ്കൾ ഒരു ഫെമിനിസ്റ്റ് ആറ്റിറ്റ്യൂഡുള്ള ആളാണെന്നാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ആ ഒരു രീതിയിലായിരിക്കും, നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കും. മാതൃഭൂമിയിൽ നിന്ന് പോരാനുണ്ടായ കാരണം അതൊരു വിവാദമായിരുന്നു അല്ലേ, മീശ എന്ന നോവലിനെ ചുറ്റിപ്പറ്റിയും അങ്ങനെയൊക്കെ. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ ഒന്ന് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മുടെ മീറ്റു ഈ അടുത്തും WCC ആയി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകളിലൊക്കെ അത് വന്നു. ഞാൻ ആസ് എ സോഷ്യോളജി അസിസ്റ്റന്റ് പ്രൊഫസറായ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒന്നാണ്, നമ്മളൊരു പ്രോബ്ലത്തിന് അതിന് കൊടുക്കുന്ന പേഴ്സ്പെക്റ്റീവ്, നിങ്ങളാണത് കൊടുക്കുന്നത്, മാധ്യമങ്ങളാണ് അതിന് ഒരു പേഴ്സ്പെക്റ്റീവ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. മീറ്റു ഓഫ് കോഴ്സ് US തരാനെ ബുർക്കെ അവർ പ്രയോഗിച്ച ഒരു ടേമാണ്, പിന്നീട് പലരും ഏറ്റെടുത്ത ഒന്നാണ്. വൈ ഡോണ്ട് വി സേ യു ടു, വൈ ഡു വി സേ എനിക്കിത് സംഭവിച്ചു, അയ്യോ എന്നോട് ഇത് ചെയ്തു എന്ന് പറയുന്നതിനേക്കാളും നിങ്ങൾ കൾപ്രിറ്റ് ആണ്, നിങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ വിമൻ ജേർണലിസ്റ്റ് എങ്കിലും എന്തുകൊണ്ട് പറയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ എന്തുകൊണ്ട് അങ്ങനെ പിക്ചറൈസ് ചെയ്യുന്നില്ല? താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇവിടേക്ക് വിളിച്ചതിനാദ്യം ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. ചോദിച്ച ചോദ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ആദ്യം ചോദിച്ചത് മാതൃഭൂമിയിൽ നിന്ന് രാജിവെക്കാനുണ്ടായൊരു സാഹചര്യം എന്താണെന്നായിരുന്നു. ഒരുപാട് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. അന്നത്തെ കാലത്ത് 2018 വലിയ വിവാദങ്ങളുമായിരുന്നു. അത് ഞാൻ ചുരുക്കി ഒന്ന് പറയാം. എസ് ഹരീഷ് എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റിൻ്റെ മീശ എന്ന് പറയുന്ന ഒരു നോവൽ പ്രസിദ്ധീകരിക്കാനായിട്ട് എഡിറ്റോറിയൽ ബോർഡ് തീരുമാനിക്കുന്നു. ആ നോവൽ കിട്ടുന്നു നമ്മുടെ കയ്യിൽ, അത് വായിച്ചു നോക്കുന്നു, അതൊരു ഗംഭീര വർക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അത് സീരിയലൈസ് ചെയ്ത് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുന്നു. ആദ്യത്തെ 3 ചാപ്റ്റർ പ്രസിദ്ധീകരിച്ചു. ഗംഭീരമായിട്ടുള്ള റിസപ്ഷനായിരുന്നു. മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ ഭാവുകത്വത്തിലേക്ക് മാറ്റാൻ ശേഷിയുള്ള ഒരു പുതിയ ജനതയുടെ ഒരു പുതിയ തരത്തിലുള്ള ഒരു നരേറ്റീവ് കൊണ്ടുവരുന്ന ഒരു നല്ല വർക്ക് എന്നുള്ള രീതിയിലാണ് എഡിറ്റോറിയൽ ബോർഡ് അതിനെ സമീപിച്ചിരുന്നത്. സത്യത്തിൽ ഒരു സാഹിത്യ സൃഷ്ടി അല്ലെങ്കിൽ ഒരു എഴുത്ത്, ലേഖനങ്ങളൊക്കെ എഴുത്തുകാരുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ, ഫിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാവനാപൂർണമായ സമീപനങ്ങൾ, ഒരു ഫിക്ഷൻ എങ്ങനെയാണോ ഒരു എഴുത്തുകാരി ഒരു റൈറ്റർ സമീപിക്കുന്നത് അത് അതുപോലെ തന്നെ വരണം എന്നുള്ളത് തന്നെയാണ് ഒരു ലിറ്റററി മാഗസിൻ, സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് ലിറ്റററി കണ്ടന്റ് കൈകാര്യം ചെയ്യുന്ന ഒരു ലിറ്റററി മാഗസിൻ്റെ എഡിറ്റോറിയൽ എന്നുള്ള രീതിയിൽ നമ്മൾ വലിയ അത്തരത്തിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ കത്രിക വെക്കലുകളൊന്നും ഫാക്ച്വൽ എറേഴ്സും അതിൻ്റെ നിലപാടുകളിലെ നമുക്ക് പറ്റാത്ത സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക, ഭംഗിയാക്കുക, പ്രയോഗങ്ങളിലെ പ്രശ്നങ്ങൾ തിരുത്തുക എന്നുള്ളതിനൊക്കെ അപ്പുറം അവരുടെ എഴുത്തുകാരുടെ ഒരു കാഴ്ചപ്പാടിനെയോ നിലപാടുകളെയോ തിരുത്തുന്ന വിധത്തിലുള്ള ഒരു എഡിറ്റിംഗ്
പാടില്ല എന്നുള്ളൊരു എത്തിക്സ് നമ്മൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്റോറിയലിൽ സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചിരുന്നില്ല. ഇത് ആളുകൾ എന്താണോ എഴുത്തുകാർ എഴുതുന്നത് പ്രതിലോമകരമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു സംഗതിയാണെങ്കിൽ നമ്മളത് എഴുത്തുകാരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അതിനെ ഒരു തിരുത്തൽ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നതിനപ്പുറം ഒരു ആളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന വിധത്തിലുള്ള ഒരു എഡിറ്റിംഗ് നമ്മൾ നടത്താറില്ല സ്വാഭാവികമായിട്ട്. ഒരു കാലത്തും നടത്തിയിട്ടില്ല. ഇപ്പോഴും ട്രൂ കോപ്പിയിലാണെങ്കിലും അത്തരത്തിലുള്ള എഡിറ്റിംഗ് അല്ല അതല്ല എഡിറ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും. മൂന്നാമത്തെ ഈ ചാപ്റ്റർ പ്രസിദ്ധീകരിച്ച് വന്ന് കഴിഞ്ഞ സമയത്ത് അതിനകത്തൊരു പരാമർശമുണ്ട്. ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു കഥാപാത്രം സംസാരിക്കുന്ന ഒരു വാചകമുണ്ട് അതിനകത്ത്. ഇത് പബ്ലിഷ് ചെയ്ത് വന്നതിന് ശേഷം പതുക്കെ നമുക്ക് ഫോൺ കോളുകൾ വരാൻ തുടങ്ങി. നമ്മളെ ചീത്ത വിളിച്ചു, നിങ്ങൾ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നു, ഹിന്ദുക്കളെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളുള്ള ഒരു രചന നിങ്ങളുടെ ആഴ്ചപ്പതിപ്പിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ കോളുകൾ നിരന്തരമായിട്ട് നമ്മുടെ എഡിറ്റോറിയലിലേക്ക് വരാൻ തുടങ്ങി. അത് ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്റോറിയലിലേക്ക് മാത്രമല്ല, മാതൃഭൂമി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ എല്ലാ എഡിറ്റോറിയൽ ഓഫീസുകളിലേക്കും എല്ലാ ഓഫീസുകളും, അതായത് അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി മുതൽ ചീഫ് എഡിറ്റർ വരെയുള്ള എല്ലാത്തരം ഫോൺ ആക്സസ് ഉള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും നിരന്തരം ഫോൺ കോളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു പ്രശ്നമാണ്, ഇത് എവിടെയോ ആർക്കോ ഇത് കൊണ്ടിട്ടുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ അത് ഒരു ലിറ്റററി വർക്കിനകത്തുള്ള ഒരു കഥാപാത്രത്തിന്റെ സംസാരം ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്തിനാണ് എന്ന് തുടക്കത്തിൽ സത്യം പറഞ്ഞാൽ നമുക്ക് റിയലൈസ് ചെയ്തില്ല. കാരണം അങ്ങനെയല്ലല്ലോ നമ്മളൊരു ലിറ്റററി വർക്കിനെ കാണേണ്ടത് എന്നുള്ളൊരു തോന്നലായിരുന്നു. പക്ഷെ അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള അറ്റാക്ക് ആയിരുന്നു. അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഇതിനെ നിർത്തിവെക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള സംഘപരിവാർ, കൃത്യമായിട്ടും സംഘപരിവാറിന്റെ NSSന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന അതിൻ്റെ ഒരു കൃത്യം ഗൂഢാലോചനയുടെ കേന്ദ്രം എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോഴും എനിക്ക് വിശദീകരിക്കാനൊന്നും അറിയില്ല. പക്ഷെ അത്തരത്തിലുള്ളൊരു ഗൂഢാലോചന പല തരത്തിൽ നടക്കുകയും ഇതൊരു തൊഴിൽ പോലെ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 5 മണി ഒരു ഓഫീസ് ടൈം മാതിരി നിരന്തരം നമ്മൾ ഫോൺ കോള് വിളിച്ച് അബ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പതുക്കെ മാറുകയും ചെയ്തു. ഇത് മാനേജ്മെന്റിന് ബുദ്ധിമുട്ടായി. മാനേജ്മെന്റ് നമ്മുടെ എഡിറ്ററെ കമൽറാം സജീവ് ആയിരുന്നു അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ അസിസ്റ്റന്റ് എഡിറ്ററായിരുന്ന, വൈക്കിലിയുടെ ചുമതലയുണ്ടായിരുന്ന എഡിറ്റർ. അദ്ദേഹത്തെ വിളിക്കുന്നു, ഫയർ ചെയ്യുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള നോവലുകൾ കൊടുക്കുന്നു? വലിയ സമ്മർദ്ദം, ഭയങ്കര സമ്മർദ്ദം, ഒരു ലിറ്റററി വർക്കിന്റെ മേലെയുള്ള ഒരു ഭീകരമായ സമ്മർദ്ദം. അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഒപ്പം എസ് ഹരീഷിന്റെ പേഴ്സണൽ നമ്പറിലേക്ക് ഇതുപോലെയുള്ള ഭീഷണി കോളുകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു. പുള്ളിക്കത് താങ്ങാവുന്നതിനപ്പുറത്തുള്ള, ഭാര്യയെ കൊല്ലും, മകളെ സ്കൂളിൽ പോകാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാര്യയുടെ ചിത്രങ്ങളെല്ലാം വെച്ച്, ന്യൂഡായിട്ടുള്ള ചിത്രങ്ങൾ വെച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. പുറത്തിറങ്ങാൻ കുട്ടിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു നിരന്തരം ഒരു ഗ്യാപ്പും ഇല്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാനൊക്കെ ഒരുപാട് ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവസാനം നമ്മളത് ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടെന്ന് അത് ഊരിയിടുകയൊക്കെയാണ് ചെയ്തത്. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിൻവലിക്കില്ല എന്നുള്ളൊരു സ്റ്റാൻഡിൽ ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്റോറിയൽ ഉറച്ചു നിൽക്കുന്നു. പിൻവലിക്കേണ്ടതില്ല എന്നുള്ള ഹരീഷുമായിട്ടുള്ള സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഹരീഷിനും ഭയം വരുന്നു. ഒരു എഴുത്തുകാരൻ ആദ്യമായിട്ടായിരിക്കാം ഹരീഷ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം എഴുതിയതിൻ്റെ പേരിൽ ഭയന്നു പോകുന്നു, വ്യക്തിപരമായിട്ടുള്ള ഭയം ഉണ്ടാവുന്നു. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പിൻവലിക്കില്ല എന്ന് പറയുന്നു. ഇതൊരു സമ്മർദ്ദമായി മാറുന്നു. പിൻവലിച്ചാൽ മാത്രം പോരാ, മാപ്പ് പറഞ്ഞുകൊണ്ട് കുറിപ്പ് പ്രസിദ്ധീകരിക്കണം എന്നായിരുന്നു NSSന്റെയും സംഘപരിവാർ കേന്ദ്രങ്ങളുടെയും ആവശ്യം. അതിന് എഡിറ്റോറിയൽ ബോർഡ് തയ്യാറാവുന്നില്ല. അവസാനം 4ാമത്തെ ചാപ്റ്ററും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിൻ്റെ 4ാമത്തെ ചാപ്റ്റർ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. അതൊക്കെ ഒരാഴ്ചൻ്റെ അകത്താണല്ലോ ഇതെല്ലാം നടക്കുന്നത്. ആ സമയത്തും എനിക്ക് ഓർമ്മയുണ്ട്, വെള്ളിയാഴ്ച രാത്രി വരെയും ഈ സമ്മർദ്ദം ഭയങ്കരമായിട്ട് നിൽക്കുന്നു. വെള്ളിയാഴ്ച രാത്രി ഹരീഷ് എഡിറ്റോറിയൽ കമൽറാം സജീവിനെ വിളിച്ച് പറയാണ്, ഞാൻ ഈ നോവൽ പിൻവലിക്കുകയാണ്, എനിക്ക് ഈ സമ്മർദ്ദം താങ്ങാനാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോള് വരുന്നു. അതിൽ നിന്ന് പിന്നെ നമുക്ക് എഡിറ്റോറിയൽ ബോർഡിന് വേറെ ഒന്നും ചെയ്യാനില്ല, അത് പിൻവലിക്കുക എന്നല്ല. അപ്പോൾ ഈ പ്രിന്റ് ചെയ്ത 4ാമത്തെ ചാപ്റ്റർ ഉൾപ്പെടെ മൊത്തത്തിൽ നമ്മൾ പിൻവലിക്കുകയും ആ ഒരു ഫോറം മാത്രം വീണ്ടും വേറൊരു കണ്ടന്റ് വെച്ച് പ്രിന്റ് ചെയ്യുകയും അടുത്ത ആഴ്ചപ്പതിപ്പ് ഇറങ്ങുകയും ചെയ്യുന്നു. മാപ്പ് നമ്മൾ പ്രസിദ്ധീകരിച്ചില്ല, മാപ്പ് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് മാനേജ്മെന്റിനെ അറിയിക്കുന്നു. ഇതാണ് മീശ പിൻവലിക്കാനുണ്ടായ
ഒരു സാഹചര്യം. ഈ സമ്മർദ്ദങ്ങളെ താങ്ങാനാവാതെ മാനേജ്മെന്റിന്റെ സമ്മർദ്ദവും, അതായത് ഒരേ സമയം സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും മാതൃഭൂമി മാനേജ്മെന്റിൽ നിന്നും എഡിറ്റോറിയൽ ബോർഡിനും എഴുത്തുകാരനും നിരന്തരമായിട്ടുള്ള പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള, ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ തുടരില്ല എന്ന് പറയുന്ന രീതിയിൽ തന്നെയുള്ള ഭീഷണികളാണ്. അപ്പോൾ അന്ന് നമ്മൾ സ്റ്റാൻഡ് എടുത്തത് എന്താണെന്ന് വെച്ചാൽ, മാപ്പ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ എഡിറ്റോറിയലിൽ തുടരില്ല, രാജിവെക്കുമെന്നായിരുന്നു നമ്മുടെ തീരുമാനം. അന്ന് മാപ്പ് പറയേണ്ടി വന്നില്ല, ഓദർ തന്നെ അത് പിൻവലിക്കുന്നു തീരുമാനിക്കുന്നു. അതിനുശേഷം 2-3 മാസം എൻ്റെ ഓർമ്മയിൽ അന്ന് ആ പ്രളയമൊക്കെ ഉണ്ടായ ആ മാസങ്ങളാണത്. ഇത് വലിയ പ്രശ്നമില്ലാതെ 1-2 മാസം കൂടെ ഈ രീതിയിൽ പോകുന്നു. വീണ്ടും പ്രളയമെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഒരു കേരളത്തിൻ്റെ അന്തരീക്ഷം വീണ്ടും മാറി വന്ന സമയത്ത് ഈ ഫോൺ കോളുകൾ വീണ്ടും നിരന്തരം നമുക്ക് വരാൻ തുടങ്ങി. ആ വിളിക്കുന്ന ആളുകളുടെയൊക്കെ അവർക്കറിയില്ല ഇതൊരു നോവലാണെന്നറിയില്ല, വന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണെന്നറിയില്ല, എസ് ഹരീഷ് എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരനാണെന്നറിയില്ല. ഇവർ പറയുന്നത് മാതൃഭൂമിയിൽ വന്ന ഒരു സാധനം, അത് കഥയാണ്, വന്ന ലേഖനമാണെന്ന് പറയുന്നു, എഡിറ്റോറിയൽ ആണെന്ന് പറയുന്നു, വന്നത് പത്രത്തിലാണെന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിൽ ഇതെന്താണെന്നൊരു ധാരണയില്ലാത്ത ആളുകൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് തുടരുന്നു. NSSന്റെ സമ്മർദ്ദം ശക്തമാവുന്നു, സംഘപരിവാറിന്റെ സമ്മർദ്ദം ശക്തമാവുന്നു. അവരുടെ ആവശ്യം, ഇപ്പോഴത്തെ ആവശ്യം എഡിറ്ററെ മാറ്റണം എന്നുള്ളത് തന്നെയാണ്. ആ ആവശ്യത്തിന് മുന്നിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ മാനേജ്മെന്റ് വഴങ്ങുന്നു. കമൽറാം സജീവിനെ എഡിറ്റോറിയൽ ചുമതലയിൽ നിന്ന് മാറ്റാൻ തീരുമാനിക്കുന്നു. അത്തരമൊരു തീരുമാനം അറിയിച്ചപ്പോൾ എഡിറ്റോറിയൽ ബോർഡിലുണ്ടായിരുന്ന നമ്മൾ പിന്നെ അതായത് ഒരു ഈ പറയുന്ന ജേർണലിസ്റ്റിക് എത്തിക്സ് മുറുകെ പിടിച്ചോണ്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. ഒരു എഴുത്തുകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെ നിലനിൽക്കേണ്ട ഒന്നാണ് ലിറ്റററി മാഗസിൻ്റെ ഒരു എഡിറ്റോറിയൽ ബോർഡ് എന്ന് തന്നെയാണ് ഞാൻ എന്നും ഉറച്ചു വിശ്വസിക്കുന്നത്. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് മാറ്റാനുള്ള തീരുമാനമുണ്ടെങ്കിൽ അത്തരം ഒരു എഡിറ്റോറിയൽ ബോർഡിൽ തുടരേണ്ടതില്ല എന്ന് കമൽറാം സജീവും തീരുമാനിക്കുന്നു. എഡിറ്റോറിയൽ ബോർഡിലെ അംഗം എന്ന നിലയ്ക്ക്, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഞാനും അതിൽ നിന്ന് രാജിവെക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് മാനേജ്മെന്റിന് രാജി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ആഴ്ചപ്പതിപ്പിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ നിന്ന് മാറുന്നത്. അതാണ് അതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു മാഡം വനീല. വിൽ കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ എ ഷോർട്ട് വൈൽ. ഇവിടെ MLA എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സോറി ഫോർ ഇന്ററപ്റ്റിംഗ് ദിസ് സെഷൻ. ഇന്നലെ നമ്മളോട് ചോദിച്ച ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. നമ്മൾ 11 മണിക്ക് തുടങ്ങണം എന്ന് വിചാരിച്ച സെഷനാണ്. പല കാരണങ്ങൾ കൊണ്ട് ഒബ്വിയസ്ലി അത് നീണ്ടുപോയി. ഇടയ്ക്ക് കുറച്ച് സമയം നമുക്ക് ഇങ്ങനെയും നഷ്ടപ്പെടുകയുണ്ടായി. അപ്പം അതുകൊണ്ട് ഇനി ചെറിയ ചോദ്യങ്ങളും ചെറിയ ഉത്തരങ്ങളും വേണ്ടി വരും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ മാം, to my next question, why don't you give such a perspective? At least we should give it, right? ഓഫ് കോഴ്സ് ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ഫെമിനിസ്റ്റാണ്. ഫെമിനിസ്റ്റ് ചിന്താഗതി ഉണ്ടോയെന്ന് സംശയങ്ങളൊന്നുമില്ല. ഞാൻ ഫെമിനിസ്റ്റാണ്, എല്ലാവരെയും പോലെ എല്ലാ മനുഷ്യരും ഫെമിനിസ്റ്റുകളാണ്, ആവേണ്ടതാണ് എന്നും കൂടെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫെമിനിസ്റ്റ് അല്ലാതെ നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ തുല്യതയെക്കുറിച്ചൊന്നും തുല്യനീതിയെക്കുറിച്ചൊന്നും പറയുന്നതിനകത്ത് അർത്ഥമില്ലെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഫെമിനിസം എന്ന് പറയുന്നതിനെ ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, ആശയപരമായി എങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതിനകത്തെ അപാകതകളാണ് ഫെമിനിസ്റ്റ് ആണോ എന്നൊക്കെയാണ്, ഫെമിനിച്ചി എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ കൊണ്ട് ഉപയോഗിക്കുന്നത്. എല്ലാവരും ഫെമിനിസ്റ്റുകളായാൽ മാത്രമേ നമുക്ക് തുല്യനീതി എന്നൊരു കൺസെപ്റ്റിനെ പറ്റി പോലും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് തുടങ്ങിയത് അമേരിക്കയിലെ തൊഴിലാളി വർഗത്തിൻ്റെ ഇടയിൽ നിന്നാണ്. ആ വേർഡ് കോയിൻ ചെയ്തത് തൊഴിലാളി സ്ത്രീകൾക്ക്, അവരെ തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന കറുത്തവർഗക്കാരായ സ്ത്രീകൾക്ക്, അങ്ങനെ പറയാൻ പാടില്ല, കറുത്തവർഗം എന്നൊന്നും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതല്ല, പൊളിറ്റിക്കലാണ്. എന്നാലും ഞാൻ അറിയാൻ വേണ്ടിയിട്ട് പറയാം. അത്തരം സ്ത്രീകൾക്കിടയിൽ അവർ നേരിട്ടിരുന്ന ലൈംഗികമായ ആക്രമണങ്ങൾക്കെതിരായ ഒരു വോയിസ് ചെയ്യുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു മൂവ്മെൻ്റാണ് ആക്ച്വലി മീ ടു മൂവ്മെൻറ്റ്. അത് പക്ഷേ പിന്നീട് ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പിന്നീട് ഏറ്റെടുത്ത പ്രസ്ഥാനങ്ങൾക്ക് പൂർണ്ണമായും സാധൂകരിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആശയത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വലിയ ഡിബേറ്റിൻ്റെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അത് മധ്യവർഗത്തിലേക്ക് വന്ന സമയത്ത് താഴേക്കിടയിലുള്ള സ്ത്രീകളുടെ അബ്യൂസിനെതിരായിട്ടുള്ള ഒരു നിലവിളിയായിട്ട് രൂപം കൊണ്ട ഒരു മീറ്റു മൂവ്മെന്റ് മധ്യവർഗം ഏറ്റെടുത്തതോടുകൂടിയും അതിൻ്റെ സ്വഭാവത്തിൽ, അതിൻ്റെ ക്ലാസ്സിൽ ഒക്കെ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളതായിട്ട് സിസക്കിനെ പോലുള്ള ആളുകളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. അത് എന്തിനാണോ ആ ഒരു മൂവ്മെന്റ് തുടങ്ങിയത്, അത് അതിൻ്റെ പൂർണ്ണ
അർത്ഥത്തിലാണോ പിന്നീട് പ്രയോഗിക്കപ്പെട്ടത് എന്നുള്ള സംശയങ്ങളൊക്കെ സിസക്കിനെ പോലുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. അത് കുറേയൊക്കെ ശരിയുമാണ്. അത് ആ മധ്യവർഗത്തിൻ്റെ അല്ലെങ്കിൽ അപ്പർ ക്ലാസ്സിലേക്കൊക്കെ ഈ മൂവ്മെൻറ്റ് മാറിയ സമയത്ത് അത് ആ താഴെ എല്ലാ വിഷയങ്ങളും മധ്യവർഗവും അപ്പർ ക്ലാസ്സും ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ താഴെത്തട്ടിലുള്ള ആളുകൾ എല്ലാ കാര്യങ്ങളെയും പോലെ തന്നെ പിന്നെയും അരികുവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിനകത്തെ രാഷ്ട്രീയമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് പലതരത്തിൽ കാണാം. ഇത് ഒരു മൂവ്മെൻറ്റും നിന്നിടത്ത് നിന്ന് നിൽക്കുകയോ അത് തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ തന്നെ ആശയപരമായിട്ട് തന്നെ നിൽക്കുകയോ ചെയ്യുന്നത് അത് പടരുകയും വളരുകയും കൂടുതൽ ആശയ വ്യക്തത ഉണ്ടാവുകയും രാഷ്ട്രീയ വ്യക്തത ഉണ്ടാവുകയും ഒക്കെ ചെയ്യുകയാണ് പിന്നീടുള്ള കാലത്ത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ എന്തുകൊണ്ട് നിങ്ങൾ തീർച്ചയായും അത് അതിൻ്റെ ഒരു വളർച്ചാ ഘട്ടത്തിൽ ഇപ്പം തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മുൻപ് ലൈംഗികമായി ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളൊക്കെ മുന്നോട്ട് വരാൻ മടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നിയമപരമായിട്ട് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. അതൊന്ന് നിയമപരമായിട്ട് അങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാരണം സുരക്ഷ എന്ന് പറയുന്നൊരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. അത് വലിയ റിയാലിറ്റിയും കൂടിയാണ്. നമ്മളെപ്പോഴും അതിനെല്ലാം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള നമുക്ക് നമ്മുടെ പേര് പറഞ്ഞാൽ കുഴപ്പമില്ല, നമ്മൾ മുന്നോട്ട് വന്നാൽ പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ നിന്നുകൊണ്ട് ആ ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് മീറ്റു മൂവ്മെൻറ്റിൽ നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഞാൻ തന്നെയാണ് ഈ വ്യക്തി, എനിക്കിത് മുന്നോട്ട് വരാം, എനിക്കതിനുള്ള ശേഷിയുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അതല്ല സമൂഹത്തിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഒരു ആൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയോ ഞാനിതുപോലെ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുകയോ ചെയ്തുകൊണ്ട് ആ രീതിയിൽ തന്നെ ജീവിച്ച് തുടരാൻ സാധിക്കാത്ത പലതരം കാരണങ്ങളാണ്. സുരക്ഷയുടെ പ്രശ്നങ്ങളുണ്ട്, അവർ താമസിക്കുന്ന സ്ഥലങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, ആ ലൊക്കാലിറ്റിയിലെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം വരുന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പലപ്പോഴും സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്കൊന്നും പല ഘട്ടങ്ങളിലും സാധിക്കാത്തത്. എന്നാൽ അതിന് സാധിക്കുന്ന ആളുകൾ അത് പറയുക തന്നെ വേണം. സാധിക്കാത്ത ആളുകൾ എല്ലാ നിയമപരിരക്ഷകളോടും കൂടി സിസ്റ്റത്താൽ സംരക്ഷിക്കപ്പെടുകയും വേണം. ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ അപ്സൈഡ് ഡൗൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഗംഭീരമായി നടക്കുന്നൊരു സംഗതിയേ അല്ല സൊസൈറ്റിയിൽ നടക്കുന്നത്. പതുക്കെ എല്ലാ തലത്തിൽ നിന്നും, മേലെത്തട്ടിൽ നിന്നും താഴെത്തട്ടിൽ നിന്നും എല്ലാ തലത്തിൽ നിന്നും ഒരുപോലെയുള്ള പ്രവർത്തനങ്ങൾ, അതിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് പങ്കുണ്ട്, സമുദായ സംഘടനകൾക്ക് പങ്കുണ്ട്, വിദ്യാർത്ഥി സമൂഹത്തിനുണ്ട്, അധ്യാപകർക്കുണ്ട്, പോലീസ് എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾക്കുണ്ട്, നിയമവ്യവസ്ഥയ്ക്കുണ്ട്, പോലീസ് സംവിധാനത്തിനുണ്ട്. ഇത്തരം എല്ലാ സിസ്റ്റവും കുടുംബത്തിനുണ്ട്, ഓഫ് കോഴ്സ് കുടുംബത്തിനകത്തുണ്ട്. ഇതെല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു രീതിയിൽ പ്രവർത്തിക്കുകയും മാറ്റങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ തരത്തിലുള്ള ഒരു വലിയ മാറ്റം ഉണ്ടാവുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുവരെ ഈ മൂവ്മെന്റിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ബാധ്യത ഈ പറയുന്ന എല്ലാ സിസ്റ്റങ്ങൾക്കും ഉണ്ട്. ഉറപ്പായിട്ടും സ്ത്രീകൾ അത് ഉള്ളിലേക്ക് എടുക്കുകയും സ്ത്രീകൾ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങുകയും ഒക്കെ ചെയ്യണം. ഫെമിനിസ്റ്റ് ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ കാലത്ത് ചെയ്യേണ്ടത്. എല്ലാവരും ഫെമിനിസ്റ്റ് ആയിരിക്കേണ്ട ഒരു കാലഘട്ടവും കൂടെ ഞാൻ വിഷ് ചെയ്യുന്നു. ഓക്കെ മാം, താങ്ക് യു. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഫെമിനിസ്റ്റ് അല്ലാത്ത അല്ലെങ്കിൽ ആണോ എന്ന് എനിക്കറിയാത്ത ഒരാളോട് ചോദിക്കാം. വേറെ ഒന്നുമല്ല, റിസാല അപ്ഡേറ്റ്. ഞാൻ കുറച്ച് ആർട്ടിക്കിളിലൂടെയൊക്കെ കടന്നു പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ജനുവരി 12-13 സഞ്ജയൻ എഴുതിയ ഒരു ആർട്ടിക്കിൾ പത്തനംതിട്ടയിലെ പെൺകുട്ടിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു തുടങ്ങിയ ഒന്നാണ്. ആർട്ടിക്കിൾ ഓക്കെ ഞാനത് വായിച്ചു പോയി. അതിന് അവസാനം എഴുതിയ ഒരു വാചകം എന്നെ കുറച്ച് അലോസരപ്പെടുത്തുകയുണ്ടായി. കൃത്യമായിട്ട് ഇതാണ്: സ്വാതന്ത്ര്യം എന്നത് ഒരു ആൺ നിർമ്മിതിയാണെന്ന് പെൺകുട്ടികൾ തിരിച്ചറിയണം. റിസാലയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ അതിൻ്റെ മതപരമായ കാർക്കശ്യം നമുക്ക് അറിയുന്നതാണ്. എങ്കിലും അതിനെ ഇങ്ങനെ സ്വാതന്ത്ര്യം എന്നത് ഒരു ആൺ നിർമ്മിതിയാണ് എന്ന് പെൺകുട്ടികളോട് പറയുന്നതിനോട് സാറിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്താണ്? ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യം, ഞാൻ ഫെമിനിസ്റ്റ് അല്ല. എന്ന് വെച്ചാൽ ഫെമിനിസത്തിനോട് എന്തെങ്കിലും വിയോജിപ്പുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആവുന്നത് മോശമാണ് എന്നുള്ളത് കൊണ്ടോ അല്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ സഹജീവിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രമാണ് ഞാനിപ്പോഴും. അതായത് എൻ്റെ ചെറുപ്പകാലം എന്നിൽ നിക്ഷേപിച്ചു പോയ മാലിന്യങ്ങളെ പൂർണ്ണമായും ഇപ്പോഴും പുറന്തള്ളാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ ഇന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെയാണ് എന്ന്. അതത്ര എളുപ്പമല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. നമ്മുടെ ചെറുപ്പകാലം ഒരു ഫ്യൂഡൽ സിസ്റ്റത്തിൻ്റെ തുടർച്ചയിൽ ജീവിച്ച് വളർന്നു വന്ന
ഒരു സാഹചര്യമായിരുന്നു എൻ്റെത്. അങ്ങനെ സന്ദർഭവശാൽ അങ്ങനെ സംഭവിച്ചു പോയതാണ്, സാഹചര്യവശാൽ. ഞാൻ നമ്മൾ വാടകയ്ക്ക് താമസിച്ച ഒരു സാഹചര്യം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ചുറ്റുവട്ടത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ തലയിലേക്ക് നിക്ഷേപിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് പെൺകുട്ടികൾ ഒരു ഞാൻ ഇത് പറഞ്ഞത് ഈ ഉത്തരത്തിലേക്ക് ഞാൻ വരാം, അവിടേക്കാണ് ഞാൻ വരുന്നത്. അതായത് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച വീടിന് കുറച്ച് ഉയരത്തിലുള്ളൊരു തിണ്ണയുണ്ടായിരുന്നു. ആ തിണ്ണയ്ക്ക് മുകളിൽ ഇരുന്നുകൊണ്ട് കാലാട്ടാൻ പാടില്ല പെൺകുട്ടികൾ എന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് എന്താണ് പ്രശ്നം എന്ന് നമുക്കറിയില്ല, പക്ഷെ നമ്മുടെ തലയിലേക്ക് ഇത് ഡംപ് ചെയ്യാണ്. അതായത് പെൺകുട്ടികൾ ഇങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആട്ടാൻ പാടില്ല, അതെന്തോ കുഴപ്പമാണ്. ഇതാണ് നമ്മൾ തലയിലേക്ക് ഡംപ് ചെയ്തെന്നൊരു സാധനം. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നമ്മുടെ തലയിലേക്ക് ഡംപ് ചെയ്തെന്നുണ്ട്. അത് പെൺകുട്ടികൾക്കുള്ള മാർഗരേഖ മാത്രമല്ല, മറ്റ് പല തരത്തിലുള്ള സംഗതികളുണ്ട്. ഞാനൊരിക്കൽ ഇത് പരസ്യമായി പറയാൻ പാടില്ലാത്തതാണ്, പക്ഷേ എങ്കിലും പറയാം. പെലേൻ ആനപ്പുറത്ത് കയറുന്ന പോലെ എന്ന് ഒരു ചൊല്ല് ആ കാലത്ത് നിരന്തരമായി നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അവർ ആനപ്പുറത്ത് കയറാൻ പറ്റാത്ത ആളുകളാണ്, അവൻ ആനപ്പുറത്ത് കയറുന്നത് എന്തോ ഒരു മോശം സംഗതിയാണ് എന്നുള്ള ഫീലാണ്. ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ തലയിലുണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനെ വളരെ ഡെലിബറേറ്റ് ചെയ്ത് മാറ്റാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഫെമിനിസ്റ്റ് ആണ് എന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം ഈ ഉദ്ധരിച്ച വാചകമുണ്ടല്ലോ, സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു ആൺനിർമ്മിതിയാണ് എന്ന് പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതിനെ നമുക്ക് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, അതിനെ ഒരു പുരുഷ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. ഒന്ന്, അതിനെ ഒരു സ്ത്രീ വീക്ഷണകോണിൽ നിന്നുകൊണ്ടും വ്യാഖ്യാനിക്കാം. രണ്ട് സാധ്യതകളും അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു ആൺനിർമ്മിതി തന്നെയാണ്, ഒരു തർക്കമില്ല, ഒരു തർക്കവും വേണ്ട നിങ്ങൾക്ക് അക്കാര്യത്തിൽ. കാരണം അവൻ നിശ്ചയിച്ച അതിരുകൾക്കുള്ളിൽ നിൽക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അവൻ സംസാരിക്കുന്നത്, ഒരു സംശയവും വേണ്ട. നിങ്ങളിപ്പോൾ ഇവിടെ മുൻനിരയിൽ ഇത്രയും പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്. ഇതേ നിലയിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ മുൻനിരയിൽ ഇരിക്കാൻ പറ്റും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം അത് നിശ്ചയിക്കുന്നത് പലപ്പോഴും നിങ്ങളായിരിക്കില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. മിക്കവാറും അതൊരു പുരുഷാധികാരമായിരിക്കും അത് നിശ്ചയിക്കുക, നിങ്ങൾ എവിടെ ഇരിക്കണം എന്നുള്ളതുപോലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ഫാക്ച്വലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പം മനില ഇവിടെ ഈ മീ ടു എന്ന് പറയുന്ന മൂവ്മെൻറ്റ് തുടങ്ങി അത് തുടർന്നതിൻ്റെ ഒരു കാര്യം നിങ്ങളോട് സംസാരിച്ചല്ലോ. ഇതിനെ നിങ്ങൾ മീഡിയ ആയിട്ട് ഒന്ന് ലിങ്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ ഈ ജേർണലിസം ചെയ്ത് തുടങ്ങുന്ന കാലത്ത്, പഠനമൊക്കെ കഴിഞ്ഞ് പത്രങ്ങളിൽ പണിയൊക്കെ കിട്ടി ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്ന കാലത്ത്, സ്ത്രീകളുടെ ശരീരത്തിന് മേൽ നടക്കുന്ന ലൈംഗികമായ ആക്രമണത്തെ മാനഭംഗം എന്നുള്ള വാക്കുകൊണ്ടാണ് വിശേഷിപ്പിച്ചിരുന്നത്. മാനഭംഗം എന്നാണ്, ഒരു സ്ത്രീ മാനഭംഗം ചെയ്യപ്പെട്ടു എന്നാണ് വാർത്തയായിട്ട് പലരും, മിക്കവാറും എല്ലാ പത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഞങ്ങളിത് ചോദ്യം ചെയ്യുന്നുണ്ട്, അതെങ്ങനെയാണ് മാനഭംഗം എന്നുള്ള വാക്ക് നിങ്ങൾ ഉപയോഗിക്കുക, അതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ മാനഭംഗം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ മാനഭംഗത്തിന് ഇരയാകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഈ ആക്രമിക്കുന്ന മനുഷ്യനല്ലോ. അയാളുടെ മാനമാണല്ലോ ശരിക്ക് ഇല്ലാതാകേണ്ടത്, അല്ലെങ്കിൽ ഇല്ലാതാകുന്നുണ്ടെങ്കിൽ അയാളുടെ മാനമാണല്ലോ നഷ്ടപ്പെടുന്നത്. കാരണം അയാളാണല്ലോ ആക്രമണം നടത്തുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ മാനമാണ് ലംഘിക്കപ്പെടുന്നത് എന്ന് എഴുതുന്നതെന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം പല സ്ഥാപനങ്ങളിൽ പല കാലങ്ങളിൽ ചോദിച്ച് അവസാനം തീരുമാനമെടുക്കാനുള്ള അധികാരം നമ്മളുടെ കയ്യിൽ എത്തുമ്പോൾ മാത്രമാണ് ഈ വാക്ക് നമ്മൾ അവിടെ നിന്ന് വെട്ടിമാറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ വെട്ടിമാറ്റിയതിന് ശേഷവും എത്രയോ കാലം ആ വാക്ക് അവിടെ നിലനിന്നു. സ്ത്രീകളില്ലാത്തതുകൊണ്ടല്ല, ഈ മാധ്യമ സ്ഥാപനങ്ങളിലൊന്നും സ്ത്രീകളില്ലാത്തതുകൊണ്ടല്ല, സ്ത്രീകളുണ്ടായിരുന്നു. ചില മാധ്യമ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾ എന്താ പറയുക, പൂർണ്ണാധികാരത്തിലല്ല, അധികാരത്തിൻ്റെ ഭാഗമായിട്ട് വരേണ്ടായിരുന്നു. പക്ഷെ ഇത് വെട്ടിമാറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. അവിടെയും സ്വാതന്ത്ര്യം നിശ്ചയിക്കുന്നത് ആണുങ്ങളാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇതിനെ മറികടക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം.
ഇപ്പം ഈ പത്തനംതിട്ടയിലെ കേസ് നമ്മൾ പറഞ്ഞല്ലോ, പത്തനംതിട്ട, സൂര്യനെല്ലി, കവിയൂര്, വിതുര, ഇങ്ങനെ പറഞ്ഞ പല സ്ഥലനാമങ്ങളിൽ അറിയപ്പെടുന്ന എത്രയോ കേസുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഇതിലൊരു കേസിൽ, ഈ സൂര്യനെല്ലി കേസിലെ ജഡ്ജ്മെൻറ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം പുരുഷൻ നിശ്ചയിക്കുന്നത് എന്ന്. പുരുഷൻ നിശ്ചയിക്കുന്ന അതിരുകൾക്കുള്ളിൽ തന്നെയാണ് ഇപ്പോഴും സ്വാതന്ത്ര്യമുള്ളത്. അതിനെ ലംഘിക്കുക എന്നുള്ളതാണ് നിങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ട കാര്യം, സ്ത്രീകളായിട്ടുള്ള ആളുകൾ. അതുകൊണ്ടാണ് ഞാനൊരു ഫെമിനിസ്റ്റാണ് എന്ന് മനില പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഇവിടുന്ന് നല്ല ഊർജമുള്ള കയ്യടി ഉണ്ടായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് പ്രതീക്ഷിക്കാതിരുന്നതിന് കാരണങ്ങളുണ്ട്, പക്ഷേ എങ്കിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അത്ര ഊർജ്ജമുള്ള കയ്യടി, കാരണം വെച്ചാൽ നിങ്ങൾക്കിത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഈ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകൾ നേരത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ആ കയ്യടിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് വളരെ ആശ്വാസം തരുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് പറയുന്നതല്ല. ഞാനൊരു ഹ്യൂമനിസ്റ്റ് എന്നുള്ളതിനേക്കാളുപരി ഞാനിപ്പോൾ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ പുതിയ കാലത്ത് നമ്മൾ ഏറ്റവും അധികം സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട, ഇപ്പോൾ കുറേയൊക്കെ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ശ്രീനാരായണ ഗുരു എന്നുള്ളത്. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ കുറച്ച് നേരത്തെ, ഇത്രയും പോപ്പുലർ ആകുന്നതിന് മുമ്പ് വായിക്കാൻ ശ്രമിക്കുകയും അറിയാൻ ശ്രമിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അത് ആക്സിഡൻ്റലി അങ്ങനെ സംഭവിച്ചതാണ്. വർത്തമാനത്തിൽ പത്രാധിപ സമിതിയിൽ അംഗമായിട്ട് ചേർന്നപ്പോൾ അന്ന് സുകുമാർ അഴീക്കോട് ഉണ്ടായിരുന്നു എൻ്റെ ചീഫ് എഡിറ്ററായിട്ട്. അഴീക്കോട് മാഷ് ഒരു ദിവസം ഒരു എഡിറ്റോറിയൽ, അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ദുഷ്കരമായ ഒരു സംഗതി വേറെ ഇല്ല, ലോകത്ത് വേറെ എന്ത് പണി നമുക്ക് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വായിക്കുന്നതാണ് ഏറ്റവും പ്രയാസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എഡിറ്റോറിയലിൽ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കോട്ട് ചെയ്തു. ഞാൻ എത്ര വായിച്ചിട്ടും എനിക്കത് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചാലാണെങ്കിൽ ചീത്തയോട് ചീത്തയായിരിക്കും. എന്നാലും പക്ഷേ ഞാൻ വിളിച്ച് ചോദിച്ചു. അദ്ദേഹം പതിവ് പോലെ ചീത്ത പറഞ്ഞു, എന്നിട്ട് ഇതൊക്കെ പറഞ്ഞു തന്നു. അതിനുശേഷം പിറ്റേ താഴ്ച അദ്ദേഹം വന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത്, ഞാൻ അന്ന് എഴുതിയത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്, അതിൻ്റെ ആദ്യത്തെ 2 അക്ഷരം വായിച്ചാൽ നിനക്കത് മനസ്സിലാകേണ്ടതായിരുന്നു, നിനക്കത് മനസ്സിലായില്ല, അതുകൊണ്ട് നീ ശ്രീനാരായണ ഗുരുവിനെ വായിച്ച് പഠിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചൊക്കെ വായിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ അപരനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഫിലോസഫിയുടെ അടിസ്ഥാനം. അപരനെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞു, അവിടെയാണ് നമ്മളുടെ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ മനുഷ്യത്വമുള്ളവരും മനുഷ്യനുമായി മാറുക എന്നുള്ളതാണ് അദ്ദേഹം സങ്കല്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ രാശിയിൽപ്പെടുന്ന എല്ലാ ആളുകളും, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ അപരനെ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിൽ ഫെമിനിസം വരും, ഹ്യൂമനിസം വരും, സോഷ്യലിസം വരും, തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ ആശയങ്ങളും അതിൽ വരും. അങ്ങനെ ചിന്തിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ്. താങ്ക് യു വെരി മച്ച് സർ. ആ ഒരു സെന്റൻസിന് മനില മാമിന് വേറൊരു രീതിയിൽ കാണാൻ കഴിയുമെന്നും മറുപടി ഉണ്ടാവുമെന്നും എനിക്കറിയാം. സമയക്കുറവ് ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ഒരു ഇഷ്യൂ ആണ്. അപ്പം ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. അതിനുള്ള മറുപടി നമുക്ക് പിന്നീട് മറ്റൊരു ആർട്ടിക്കിളിലൂടെ പ്രതീക്ഷിക്കാം. എനിവേ, ഒരു ഇൻ്റർവ്യൂയിലൂടെ ആർട്ടിക്കിളിലൂടെയും. താങ്കളുടെ പല യൂട്യൂബ് ചാനലുകളും കാണുമ്പോൾ സൈക്കോളജിക്കലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസും അതിനെ പറ്റിയുള്ള ചർച്ചകളും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അടുത്തും ഈ പറഞ്ഞ സെയിം ആർട്ടിക്കിളിൽ തന്നെ പറയുകയുണ്ടായി, നമ്മുടെ കുട്ടികളെ കരുതാനുള്ള അവസരം നമ്മൾ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നിഷേധിക്കുകയാണ്. അവരെ ശിക്ഷിക്കാനും ശാസിക്കാനുമുള്ള അധികാരം നിഷേധിക്കുന്ന വഴി, ചില വെസ്റ്റേൺ ഐഡിയോളജീസ് കൊണ്ടുവരുന്നത് വഴി, അതാണ് ഇതിനെല്ലാം കാരണം, ഇത്തരത്തിൽ കുട്ടികൾ വഴിതെറ്റി പോകുന്നതിനും എല്ലാ ഡീവിയന്റ് ബിഹേവിയറിനും കാരണം എന്ന് പറയണ്ടായി. അതായത് മലയാളി കുടുംബങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ കുടുംബങ്ങളാണ് ഏറ്റവും ഐഡിയൽ, നമ്മുടെ പാരന്റിങ് സ്കിൽസ് ആണ് ഏറ്റവും ബെസ്റ്റ്, നമുക്കത് വെസ്റ്റേൺ ഐഡിയോളജീസ് അതിൽ കൊണ്ടുവരണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായമായിരുന്നു. എന്താണ് മാഡത്തിന് ഇതിൽ പറയാനുള്ളത്? അത്രയും ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു കുടുംബ ബന്ധമാണോ മലയാളി കുടുംബങ്ങളിലുള്ളത്? മലയാളി കുടുംബം എന്നുള്ളത് മാത്രമല്ല, ഈ കുടുംബ സംവിധാനം തന്നെ ഒരു തരത്തിൽ പിന്തിരിപ്പനാണ് നിലനിൽക്കുന്ന രീതിയിൽ. പക്ഷെ മറ്റൊരു സിസ്റ്റം ഇതുവരെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മളൊക്കെ ഫോഴ്സ് ടു
കുടുംബത്തിനകത്ത് ഉള്ള അങ്ങനെ ഇപ്പോൾ ജനാധിപത്യമാണ് ഇന്ന് നിലനിൽക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ഭരണകൂട സംവിധാനം എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ കുടുംബ സംവിധാനം, അതായത് ഈ സോക്കോൾഡ് കുടുംബ സംവിധാനമാണ് നിലനിൽക്കുന്ന ഒരു ഭൂരിപക്ഷവും പിന്തുടർന്നു വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നത് എന്ന് തോന്നുന്നു. നമ്മളൊരു ഫുട്ബോൾ കളിക്കുമ്പോൾ ഫുട്ബോളിൻ്റെ നിയമങ്ങളെ പറ്റിയാണല്ലോ സംസാരിക്കുക. അല്ലാണ്ട് ഫുട്ബോൾ ഗെയിമിനകത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ചിട്ടോ റെസ്ലിങ്ങിനെ പറ്റിയിട്ടോ ഉള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ കുടുംബത്തിനകത്ത് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഓഫ് കോഴ്സ് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് എന്നോടുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ ഉന്നയിക്കും. പാരന്റിങ് എന്ന് പറയുന്നത് ഇപ്പോൾ കാലത്തിനനുസരിച്ച് മാറുന്ന ഒരു ഐഡിയൽ എന്ന് പറയുന്നതൊക്കെ ഒരു ഐഡിയലായ സിറ്റുവേഷനാണ്. അങ്ങനെ ഒരു ഐഡിയൽ സിറ്റുവേഷനൊന്നും ലോകത്ത് ഇന്ന് വരെ നിലനിൽക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആശയത്തിലേക്കുള്ള പ്രയാണമാണ് എന്താ പറയുക, ഫിലോസഫിക്കലൊക്കെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കുള്ളൊരു യാത്ര മാത്രമാണ് നമ്മളുടെ എല്ലാത്തരം ചിന്തകളും എല്ലാത്തരം സിസ്റ്റങ്ങളും എന്ന് പറയുന്നത്. ഐഡിയലിസ്റ്റിക് ആയിട്ട് പൂർണ്ണമായും 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റവും നിലനിൽക്കുന്നില്ല, അങ്ങനെ നിലനിൽക്കാനും പാടില്ല. അതിലേക്കുള്ള ഒരു ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം കേരളത്തിലെ ഇന്ത്യയിലെ സിസ്റ്റം ഗംഭീരാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഓഫ് കോഴ്സ് അല്ല. കുടുംബം പരമായിട്ടുള്ള സിസ്റ്റം ആണോ? അല്ല. കുടുംബത്തിനകത്ത് തളച്ചിടപ്പെടുന്നു എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ നേരത്തെ രാജീവേട്ടൻ പറഞ്ഞ ഒരു സാധനം എനിക്ക് രസകരമായിട്ട് തോന്നി. ഫെമിനിസ്റ്റ് അല്ല എന്ന് പറയുമ്പോഴും ഫെമിനിസ്റ്റ് ആവണം എന്നുള്ളൊരു തോന്നൽ തന്നെയാണ്. ഫെമിനിസ്റ്റ് ആവാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഭൂതകാലത്തിൽ നമ്മളുടെ ഈ സിസ്റ്റം നമ്മളിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരുപാട് പ്രതിലോമകരമായ ചിന്തകളുടെ ആൺബോധത്തിൻ്റെ പാട്രിയാർക്കൽ സിസ്റ്റത്തിൻ്റെ ഈ ആൺബോധത്തിൽ നിന്ന് സ്ത്രീകൾ പോലും മുക്തരല്ല. നമ്മൾ ആരും മുക്തരല്ല. നമ്മൾ ഈ കുടുംബത്തിനകത്ത് ഇപ്പം എനിക്ക് 2 ആൺകുട്ടികളാണ് ഉള്ളത്. സത്യത്തിൽ അവരിലേക്ക് ഫെമിനിസ്റ്റ് ചിന്ത പകരാൻ ഞാൻ പരാജയപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അത് പറ്റുന്നില്ല. കാരണം എന്താ, അവര് എന്നിൽ മാത്രം ചുറ്റിത്തിരിയുന്ന ആളുകളല്ല. ഹലോ, ആ ഫ്ലോ അങ്ങ് പോയി. അതായത് ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലെ പാരന്റിങ് സിസ്റ്റം പറഞ്ഞല്ലോ, സ്റ്റേറ്റിൻ്റെതാണ് കുട്ടികൾ എന്നുള്ള കൺസെപ്റ്റിലാണ് പല സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും US-ലൊക്കെ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അതെ, അതൊരു ഗംഭീര ആശയമാണ്. കുട്ടികളുടെ ഉത്തരവാദിത്തം സ്റ്റേറ്റ് ഏറ്റെടുക്കുമ്പോൾ അവരുടെ സാമ്പത്തികമായ വളർച്ചയുടെ എല്ലാ ബാധ്യതകൾ മുഴുവൻ സ്റ്റേറ്റ് ഏറ്റെടുക്കുന്ന സമയത്ത് വിദ്യാഭ്യാസപരമായ തൊഴിൽ സുരക്ഷിതത്വം, അവരുടെ സെക്യൂരിറ്റി തുടങ്ങിയ സിസ്റ്റം എല്ലാം സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറുമ്പോൾ വ്യക്തികൾ എന്ന നിലയിൽ പാരൻസ് ഭയങ്കരമായിട്ട് മെൻ്റലിയും ഒക്കെ ഫ്രീ ആവുക ചെയ്യുക. ഇന്ത്യയിൽ സത്യത്തിൽ അങ്ങനെയല്ല. കുട്ടിയുടെ ചുമതല മുഴുവനും പാരൻസിൻ്റെ അല്ലെങ്കിൽ കുടുംബ സാഹചര്യങ്ങളിലാണ് വരുന്നത്. അതുണ്ടാക്കുന്ന ടെൻഷൻ എന്ന് പറയുന്നത്, അതുണ്ടാക്കുന്ന ബാധ്യത എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. നമ്മൾ കുട്ടിയുടെ പാരൻറ്റിങ്ങിലേക്ക് നമ്മളുടെ എനർജി, നമ്മളുടെ ഈ പിന്നീടുള്ള ജീവിതം എല്ലാം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വ്യക്തി എന്ന നിലയിൽ നമ്മളുടെ ആവിഷ്കാരങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മളുടെ ആഹ്ലാദങ്ങൾ, നമ്മുടെ യാത്രകൾ, ഇതെല്ലാം നമ്മൾ മാറ്റിവെച്ചിട്ട് കുട്ടിയിലേക്ക് അല്ലെങ്കിൽ കുട്ടികൾ എന്ന് പറയുന്ന ഈ കുടുംബ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് ചെയ്യണം. ആ അർത്ഥത്തിൽ വെസ്റ്റേൺ സിസ്റ്റം ഗംഭീരമായിട്ടുള്ള ഒരു ആശയമാണ്. നമ്മൾ എന്താ വെച്ചാൽ അവിടെ സ്നേഹമില്ലാതിരിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് പ്രായമായ ആളുകളെ വെസ്റ്റേൺ കൺട്രീസ് പരിഗണിക്കുന്ന ഒരു രീതി. അതും സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. മനുഷ്യരുടെ സുഖ സൗകര്യങ്ങൾ, അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സോട് കൂടി നിലനിർത്തുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാകുമ്പോൾ മനുഷ്യരെല്ലാവരും ആ അർത്ഥത്തിൽ ഫ്രീ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ സിസ്റ്റത്തെ വെച്ചിട്ട് മറ്റതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന 2 സിസ്റ്റം അല്ല എന്ന് പോലും എനിക്ക് തോന്നാറുണ്ട്. വെസ്റ്റേൺ കൺട്രീസിലെ പാരന്റിങ് അല്ലെങ്കിൽ ഫാമിലി സിസ്റ്റം വെച്ചിട്ട് ഇന്ത്യൻ സാഹചര്യങ്ങളിലെ, കേരളത്തിലെ സാഹചര്യങ്ങളിലെ സിസ്റ്റത്തെ കമ്പയർ ചെയ്യുന്നത് ഒരുതരം അബ്സേർഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം അത്തരം രാജ്യങ്ങളിൽ ഓഫ് കോഴ്സ് പോപ്പുലേഷൻ കുറവാണ്, റിച്ച് ആയിട്ടുള്ള കൺട്രീസാണ്, വികസിത രാജ്യങ്ങളാണ്. അവിടെ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ സൗകര്യങ്ങളെയും പോലെ, യാത്രാ സൗകര്യങ്ങൾ പോലെ, തൊഴിൽ സൗകര്യങ്ങൾ പോലെ, ഇൻഫ്രാസ്ട്രക്ചർ
ഇൻഫ്രാസ്ട്രക്ചറൽ സൗകര്യങ്ങൾ പോലെ തന്നെയാണ് കുടുംബ സംവിധാനം എന്ന് പറയുന്നതും അത്തരത്തിലുള്ളൊരു സിസ്റ്റത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പം അതിൻ്റെ മൂല്യങ്ങളെ നമ്മൾ, അതിൻ്റെ ധാർമ്മികതയെ അല്ലെങ്കിൽ മൂല്യങ്ങളെ, നമ്മൾ മൂല്യങ്ങൾ എന്ന് പറയുന്ന സംഗതികളെ കേരളത്തിലേക്കുള്ള ഒരു സിസ്റ്റത്തിനകത്തേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന് സിസ്റ്റമിക് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. അതിനെ നമ്മൾ വൈകാരികമായിട്ടുള്ളൊരു തലത്തിൽ നിന്നുകൊണ്ട് മാത്രം സമീപിച്ചാൽ മതിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെപ്പോഴും കുട്ടികളുടെ മേലെ നമ്മൾ എടുക്കുന്ന ശരിതെറ്റുകളെ കുറിച്ച്, ചില വിഷയാധിഷ്ഠിതമായിട്ട് അതിനോട് നമ്മൾ സമീപിക്കുന്ന രീതിയെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ സംസാരം നടക്കേണ്ടത് സിസ്റ്റമിക് ആയിട്ടുള്ള നമ്മൾ ഏത് പ്രതലത്തിൽ നിന്നുകൊണ്ടാണ്, ഏത് വർഗ താല്പര്യത്തിൽ നിന്നുകൊണ്ടാണ്, ഏത് സാമ്പത്തിക തലത്തിൽ നിന്നുകൊണ്ടാണ്, ഏത് സോഷ്യോ എക്കണോമിക് കൾച്ചറിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നതിനനുസരിച്ച് ഈ പറയുന്ന മാനദണ്ഡങ്ങൾ മുഴുവൻ മാറുകയൊക്കെ തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പാരിസൺ എത്രത്തോളം ശരിയാണ് എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഐഡിയലി തന്നെ രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ്. അതിന് നമ്മുടെ മുന്നിലിരിക്കുന്നത് മുഴുവൻ ഭാവിയിൽ കുടുംബം ഉണ്ടാക്കാൻ പോകുന്ന കുട്ടികളാണ്. നമ്മുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റേണ്ട ഒരു തലമുറ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിലനിന്നു പോരുന്ന കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിന്നു പോരുന്ന കുടുംബ സംവിധാനങ്ങൾ പൊളിച്ചു കളയേണ്ട ഒരു സംഗതി. അതുകൊണ്ട് പൊളിയിൽ അകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ തന്നെ അതിൻ്റെ വെച്ചിട്ടുള്ള നോംസ് കളയേണ്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ, നമ്മൾ എന്താ പറയുക, നിലനിൽക്കുന്ന ഒരുപാട് രീതികൾക്കുള്ളിൽ പെട്ടു. അതാണ് നേരത്തെ പറഞ്ഞ വാചകത്തിലേക്ക് നമ്മൾ തിരിച്ചു വരും. പാട്രിയാർക്കലാണ് സമൂഹം, അവർ നിശ്ചയിക്കുന്ന സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നത് ഒരു ഫാക്റ്റാണ്. പാട്രിയാർക്കൽ സമൂഹത്തിനകത്ത് പുരുഷ മതബോധവും പുരുഷ അധികാരവും ആൺബോധം, ഇപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ സർക്കാരിൽ എത്ര സ്ത്രീകളായിട്ടുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ സർക്കാരിൽ എത്ര സ്ത്രീ മന്ത്രിമാരുണ്ട്, അല്ലെങ്കിൽ അസംബ്ലിയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ കുടുംബ സ്വാതന്ത്ര്യം എന്നതിനെ കുറിച്ച് പറയുന്നത്. മതനേതൃത്വം, മതപൗരോഹിത്യം, അതിൽ എത്രത്തോളം സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ബാക്കിയായിട്ടുള്ള കുടുംബ സംവിധാനം ഇവരെല്ലാവരും നിശ്ചയിക്കുന്ന, ഇവരുടെ എല്ലാം വളരെ കൃത്യമായ പിടിയുള്ള ഒന്നാണ് കേരളത്തിലെ കുടുംബ സംവിധാനം എന്ന് പറയുന്നത്. ഇവിടെ ഒന്നും പ്രാതിനിധ്യ സ്വഭാവം. ഇപ്പൊ ഇവിടെ ഈ സ്ത്രീകൾ ആയിട്ടുള്ള വിദ്യാർത്ഥിനികൾ ഇരിക്കുന്നത് കാണുമ്പോൾ ഫെമിനിസ്റ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ച കുട്ടികൾ ഒരു 4, 2, 5 വർഷം കഴിഞ്ഞ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നു, മറ്റു ജീവിതത്തിലേക്ക് കടക്കുന്നു. ഇതെല്ലാം പാട്രിയാർക്കൽ സിസ്റ്റം. നിങ്ങളെ നിയന്ത്രിക്കുന്നത് മുഴുവൻ ഈ പുരുഷാധിപത്യ ബോധങ്ങളാണ്. 5 മണി കഴിഞ്ഞ് വീട്ടിലെത്തിയില്ലെങ്കിൽ 10 പ്രാവശ്യം വിളിച്ചു ചോദിക്കുന്ന കുടുംബം തന്നെയാണ് എവിടെ എത്തി എന്ന് ചോദിക്കും. ഒരു ആൺകുട്ടിയും ഇത്തരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് 46 വയസ്സായി. എൻ്റെ അമ്മ ഇന്നലെ രാത്രിയും ഞാൻ 9:30 വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് നീ നേരം വൈകിയെന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് 46 വയസ്സാണ്, എന്നോട് ഇനിയും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ 20 വയസ്സായ എൻ്റെ മക്കളോട് ഒരു പക്ഷേ 10 മണിയായാലും ഇത്തിരി നേരത്തെ വരായിരുന്നില്ലേ എന്നേ ചോദിക്കുള്ളൂ. എന്തുകൊണ്ട് നീ നേരം വൈകി എന്ന് ചോദിക്കില്ല. ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് പുറത്തു വരണമെങ്കിൽ സ്വയം ഫെമിനിസ്റ്റായി ആന്തരിക രൂപാന്തരം പ്രാപിക്കുകയും അത് സിസ്റ്റത്തിലേക്ക് പകരാൻ ശ്രമിക്കുകയും നമ്മൾ മാറുകയും ഒപ്പം സമൂഹം മാറുകയൊക്കെ ചെയ്യണം. ഇതൊരു വലിയ കോംപ്ലക്സ് ആണ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ പാട്രിയാർക്കിയിൽ നിന്ന് നിങ്ങളുടെ തലമുറയോ അടുത്ത തലമുറയിലേക്കോ നമുക്കൊരു ജോയിന്റ് ആർക്കിയിലേക്ക്, ഞാനൊരു പുതിയ വേർഡ് കോയിൻ ചെയ്യുകയാണ്, ഒരു ജോയിന്റ് ആർക്കിയിലേക്ക് നമുക്ക് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് കുറച്ചുകൂടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ രാജീവ് സർ മീഡിയ വണ്ണിന്റെ അക്കാഡമിക് കോർഡിനേറ്റർ ആയിരുന്നു അല്ലേ. സ്വാഭാവികമായും യങ് ജേർണലിസ്റ്റുകളെ വാർത്തെടുക്കുന്ന ഒരു ഇതിൽ ഇപ്പൊ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മളെ ഇപ്പോൾ വല്ലാതെ ബാധിക്കുന്ന ഒരു ഇതാണ്. ഇപ്പൊ ഈ യങ് ജേർണലിസ്റ്റുകളെ ഡീൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പം ജേർണലിസ്റ്റ് എന്നില്ല, നമ്മൾ എന്തും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള നമ്മൾ എന്ത് പറയുമ്പോഴും പൊളിറ്റിക്കലി കറക്റ്റ് ആവണം എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ അതിന് ട്രെയിൻ ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ മീഡിയ വണ്ണിൽ എനിക്ക് അക്കാഡമിയുടെ ചുമതല കുറച്ചു കാലം ഉണ്ടായിരുന്നു. അതിനു മുമ്പേ തന്നെ ഈ ഏതാണ്ട് ജീവനിൽ ജോയിൻ ചെയ്ത കാലം മുതൽ ഇങ്ങോട്ട് ഒരുപാട് പുതിയ ബാച്ചിനെ, ജേർണലിസ്റ്റ് ബാച്ചുകളെ ട്രെയിൻ ചെയ്യിക്കാനും അവരെ ഈ ഫീൽഡിൽ കാര്യങ്ങൾ പഠിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഇപ്പോൾ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, പലയിടത്തും ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒരു പ്രോബ്ലം
വളരെ ഇപ്പോൾ നമ്മൾ ഈ ഫെമിനിസത്തെക്കുറിച്ചൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു തുല്യതാ സങ്കല്പത്തെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ ലേറ്റായിട്ടാണ് നമ്മൾ പലതും മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പല കാര്യങ്ങളും പഠിച്ചത് എന്തിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ചരിത്രം, സാമൂഹ്യപാഠം, നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സാമൂഹ്യപാഠം തന്നെയാണോ ടെക്സ്റ്റിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് സാമൂഹ്യപാഠമായിരുന്നു. ഇത് പഠിപ്പിക്കുമ്പോൾ വെറുതെ അങ്ങ് പഠിക്കുന്നു, ചിലപ്പോൾ കാണാപ്പാഠം പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, ജയിക്കുന്നു, മാർക്ക് കിട്ടുന്നു, ഇതേ ഉള്ളൂ. ഇത് എന്തിനാ പഠിക്കുന്നതെന്ന് നമുക്ക് അന്ന് അറിയേയില്ല. എന്തിനാ പഠിക്കുന്നതെന്ന് നമുക്ക് അറിയേയില്ല. കുറേ കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തിനാണ് അത് പഠിച്ചത് എന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഇഷ്യൂവും വരുന്നത്. ഇപ്പം ഞാനൊക്കെ ലേഖനങ്ങളൊക്കെ എഴുതാൻ തുടങ്ങിയ കാലത്തൊക്കെ, ഞാനിത് മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രയോഗങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതായത് ആണും പെണ്ണും കെട്ട നിലപാട് എന്നൊക്കെ, അല്ലെങ്കിൽ ശിഖണ്ഡിയുടെ സ്വഭാവം എന്നൊക്കെ നമ്മൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പഴയ എഴുത്തുകളിലൊക്കെ. അന്ന് നമുക്കറിയില്ല. അതായത് നമ്മൾ അത്തരം ഒരു പ്രോബ്ലത്തോട് അതിൻ്റെ ഒരു സെൻസിബിലിറ്റി നമ്മൾ കാണിച്ചിട്ടില്ല, അതിനെ സെൻസിറ്റൈസ് ചെയ്തിട്ടില്ല, നമ്മളുടെ ഉള്ളിലേക്ക് എടുത്തിട്ടില്ല. അതിന് നമ്മൾ മനസ്സിലാക്കുന്ന കുറേ കഴിഞ്ഞിട്ടാണ്. അപ്പോഴാണ് നമ്മൾ അവർ ഈ സൊസൈറ്റിയുടെ ഭാഗമാണ്, അവരെ കൂടെ ഉൾക്കൊള്ളേണ്ട ചുമതല, അല്ലെങ്കിൽ അവർ നമ്മളെ പോലുള്ള മനുഷ്യന്മാരാണ് എന്ന തിരിച്ചറിവുണ്ടാകുന്ന അപ്പോഴാണ്. അപ്പം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, അങ്ങനെ ഉപയോഗിക്കരുത് എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അതുപോലെ ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ്, അംഗവൈകല്യം എന്നാണ്, വികലാംഗർ എന്നാണ്. നിങ്ങൾക്ക് പഴയ KSRTC ബസ്സിൽ കയറാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, വികലാംഗർക്കുള്ള സീറ്റ് എന്ന് എഴുതി വെച്ച് നമുക്ക് കാണാം. ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നുള്ളൊരു ടെർമിനോളജി നമ്മുടെ സൊസൈറ്റിയിലേക്ക് വരുന്നത് എത്രയോ ലേറ്റായിട്ടാണ്. അതുവരെ നമ്മൾ ഈ മനുഷ്യന്മാരെ ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല, വികലാംഗർ എന്നാണ് കണക്കാക്കിയത്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, എൻ്റെ സമപ്രായക്കാരനാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MCJ കഴിഞ്ഞതാണ്. ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ സംഗതികളെക്കുറിച്ചുള്ള സകല ധാരണയുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ മൂപ്പര് മസ്കുലർ ഡിസ്ട്രോഫി കൊണ്ട് വീൽ ചെയറിലായിട്ട് ഏതാണ്ട് ഒരു 15 കൊല്ലമായി. 15 കൊല്ലം മുമ്പ് അദ്ദേഹം എന്നോട് പറയുന്നുണ്ട്, ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് കയറിപ്പോകാൻ പാകത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ റോഡും വീടുകളും കെട്ടിടങ്ങളും ഒന്നും ഡിസൈൻ ചെയ്യാത്തതെന്ന് എന്നോട് 15 കൊല്ലം മുമ്പാണ്. ഞാൻ ആ വീട്ടിൽ വാടകയ്ക്ക് 15 അല്ല, 2003-ൽ, ഇത് 3-ലോ 4-ലോ, അതായത് 20 കൊല്ലം മുമ്പ് ഞാൻ ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമ്പോഴാണ്, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം എന്നോട് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് കൂടെ ഈ സൊസൈറ്റിയുടെ ഭാഗമാകാൻ പാകത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നിർമ്മിതികളൊന്നും നടത്താത്തത് എന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 20 കൊല്ലത്തിനപ്പുറവും നമ്മളൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല ആ ഭാഗത്ത്. ഇതൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമാണ്. നമ്മൾ വാക്കിൽ മാത്രമല്ല, നമ്മൾ ഈ മനുഷ്യന്മാരെ നമ്മുടെ കൂടെ കൊണ്ട് നടക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ്. അവർക്കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകമുള്ളത്, അവർക്കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ നമ്മളത് ചിന്തിക്കാറില്ല. അപ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളിൽ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മളൊരു പുതിയ നിർമ്മാണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒക്കെ ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ്. ഇത് ജേർണലിസ്റ്റുകളെ പഠിപ്പിക്കാൻ, പുതിയ കാലത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ കുറേ കൂടി എളുപ്പമാണെന്നാണ് എൻ്റെ അനുഭവം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവർ കുറച്ചും കൂടി ഇത് മനസ്സിലാക്കുന്നുണ്ട്. പ്രയോഗത്തിലെ പ്രശ്നങ്ങൾ, അതങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ വിഷമം, ഇതിനെക്കുറിച്ചൊക്കെ അവർ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉള്ളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ തൊട്ട് അയലത്ത് താമസിക്കുന്ന ഒരു കുട്ടി, അവൻ്റെ അമ്മ കുറച്ച് തടിച്ച പ്രകൃതമാണ്. അപ്പോൾ അവനുമായിട്ട് എൻ്റെ വൈഫ് വളരെ അറ്റാച്ച്ഡാണ്. അപ്പോൾ അവൻ വന്ന് എൻ്റെ വൈഫിനോട് പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ ഇങ്ങനെ കുട്ടികൾ കളിയാക്കാണ്, നിൻ്റെ അമ്മ തടിച്ചല്ലേ എന്ന് പറയുകയാണ്. അത് അവനുണ്ടാക്കുന്നൊരു വിഷമാണ് അവൻ പറയുന്നത്. അപ്പോൾ ഈ പ്രയോഗം നമ്മളുടെ സ്കൂളുകളിൽ, കുട്ടികളിൽ, പ്രത്യേകിച്ച് ആൺകുട്ടികളിലൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇത് മാറ്റണമെങ്കിൽ എവിടെ മാറണം? നമ്മളുടെ ഫാമിലിയിൽ മാറ്റം വരണം. അവരോട് പറഞ്ഞു കൊടുക്കണം, മറ്റൊരാളുടെ ശരീരം നോക്കിയിട്ട്, മറ്റൊരാളുടെ നിറം നോക്കിയിട്ട്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ജാതി നോക്കിയിട്ട് അവഹേളിക്കലല്ല, അതല്ല നമ്മുടെ രീതി. അവരൊക്കെ നമ്മളെപ്പോലെ തന്നെയാണെന്ന് അവരെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടണം, എന്നാലേ നടക്കുള്ളൂ. അത് പഠിപ്പിക്കണമെങ്കിൽ വീട് ആദ്യം മാറണം.
അത് മാറുന്നില്ല. പക്ഷെ പുതിയ കുട്ടികൾ മാറുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ പുതിയ സിനിമകൾ കാണുന്നുണ്ട്, പുതിയ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, പുതിയ ലോകം അറിയുന്നുണ്ട്. അത് പുതിയ സാങ്കേതികവിദ്യ വന്നതിൻ്റെയും കൂടെ ഭാഗമായിട്ടാട്ടോ. നമ്മൾ ഈ സാങ്കേതികവിദ്യ വലിയ തോതിൽ എന്താ പറയുക, അത് ആളുകളെ വഷളാക്കും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറേ ആളുകളുണ്ട്. അതുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം ഈ സാധ്യത അവിടെയുണ്ട്. അവരിത് മനസ്സിലാക്കുന്നുണ്ട്, പുതിയ ലോകത്തെക്കുറിച്ച് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ പഠിപ്പിക്കുക കുറച്ചുകൂടെ എളുപ്പമാണ്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഈ ഉപയോഗത്തിലെ പ്രശ്നങ്ങളും പുതിയ സൊസൈറ്റിയുടെ നീഡ്സും ഒക്കെ പഠിപ്പിക്കുക. നമ്മളാണ് മാറേണ്ടത് കുറച്ചുകൂടെ. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഒക്കെ ഒരു ജനറേഷൻപ്പെട്ട മനുഷ്യന്മാരാണ് കൂടുതൽ മാറേണ്ടതും മാറാൻ ബുദ്ധിമുട്ടുള്ളതും. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനാണോ മാർക്കറ്റ് വാല്യൂവിനാണോ, അല്ലെങ്കിൽ ജനങ്ങളെ പുള്ള് ചെയ്യാനുള്ള കഴിവിനാണോ? സ്റ്റുഡൻസിനോട് പറയുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോടുകൂടെ മാർക്കറ്റിനെ പുള്ള് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അതിന് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് വേണം. പക്ഷെ ആ നിർബന്ധ ബുദ്ധി ദൗർഭാഗ്യവശാൽ നമ്മളുടെ മീഡിയ പൊതുവിൽ കാണിക്കാറില്ല. കാരണം അപ്പം വരുന്നത് എന്താണോ അതങ്ങ് കൊടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞിട്ടുള്ള ഒരു, ഇപ്പോൾ ഞാൻ ന്യൂസ് റൂമുകളിൽ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം, നിങ്ങളിപ്പോൾ കിട്ടിയത് കൊടുക്കുക, പിന്നെ തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താം. അതല്ല നമ്മുടെ പണി. കിട്ടിയത് കൊടുത്തിട്ട് തെറ്റാണെന്ന് പറയുമ്പോൾ തിരുത്തലല്ല നമ്മുടെ പണി. ജേർണലിസം എന്ന് പറഞ്ഞാൽ അതല്ല. കിട്ടിയത് കൃത്യമാണോ എന്ന് ഉറപ്പാക്കിയിട്ട് അത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി. അത് കൃത്യത ഉറപ്പാക്കുമ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള അധിക്ഷേപകരമായ എലിമെൻറ്റ്സ് അതിലുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാനസികമായി തളർത്തുന്ന എന്തെങ്കിലും ഒരു പ്രയോഗം അതിലുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക കൂടിയാണ് ഒരു കൃത്യത ഉറപ്പുവരുത്തുമ്പോൾ ചെയ്യുന്നത്. അതൊന്നും നമ്മുടെ പരിഗണനാ വിഷയമേ അല്ല. നമ്മളതങ്ങ് കൊടുക്കുകയാണ്. അത് പുതിയതല്ല, ഒരു 10-15 കൊല്ലമായിട്ട് നമ്മളുടെ മാധ്യമ രീതി മാറി വന്നതിൻ്റെ തുടർച്ചയിൽ സംഭവിച്ചൊരു കാര്യമാണ്. പുതിയ കുട്ടികളും ദൗർഭാഗ്യവശാൽ ഇത് മനസ്സിലാക്കുന്നത്, അതായത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊക്കെ ബോധ്യമുള്ള കുട്ടികൾ കൂടി ഇപ്പം ഞങ്ങളെ പോലുള്ള ആളുകൾ സെറ്റ് ചെയ്ത് ഈ ചക്രത്തിലേക്കാണ് കയറി നിൽക്കുക. ഈ ചക്രത്തിൻ്റെ മുകളിലാണ് അവർ കയറി നിൽക്കുക. അപ്പോൾ അവർ കയറി നിൽക്കുമ്പോൾ അവർ ശീലിക്കുന്ന എന്താ, കിട്ടിയത് കൊടുക്കുക, കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തിരുത്താം. ഈ ചക്രമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. ആ ചക്രത്തിലേക്കാണ് ഈ പുതിയ കുട്ടികൾ കയറി നിൽക്കുക. ഈ പ്രോബ്ലം അവിടെ ഉണ്ട്. നമ്മൾ ഈ വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്നൊക്കെ പറയും, അതിൽ പെട്ട ഒരാൾ അതിൽ കിടന്ന് കറങ്ങുന്നു. അതേപോലെ ഒരു വിഷ്വൽ സർക്കിൾ ഓഫ് ന്യൂസ് മേക്കിംഗ് ഉണ്ട് എന്ന് തോന്നുന്നു. എനിവേ, നമുക്ക് സമയം ഏകദേശം കഴിയാറായപ്പോൾ അവസാനത്തൊരു ചോദ്യത്തിലൂടെ ഞാൻ പോവുകയാണ്. മനീല മാത്യുവിനോടാണ് ചോദ്യം. നമ്മൾ വാർത്തകൾ കൊടുക്കുമ്പോൾ ഏറ്റവും അവസാനം വന്ന ഒരു ഇൻസിഡന്റ്, ഗ്രീഷ്മ കേസ് ഞാൻ പറയുന്നു. നമ്മൾ പൊതുവെ മാധ്യമധർമ്മം ഇരയുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ആരോടാണോ കുറ്റം ചെയ്യപ്പെട്ടത് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കൽ പോലും കുറ്റം ചെയ്ത ആളുടെ ഒരു മാനസിക നില, അല്ലെങ്കിൽ അയാളെ അതിലേക്ക് നയിച്ചത്, അത് പറയേണ്ട ഒരു കടമ നമുക്കുണ്ടോ? അല്ലെങ്കിൽ ഒരു കോയിന്റെ 2 സൈഡ് കാണിക്കേണ്ട ഒരു ധാർമ്മികത കുറഞ്ഞ പക്ഷം മാധ്യമങ്ങൾക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇല്ലയോ? എന്താണ് സാറിനും അതിന് മറുപടി പറയാം, മാഡത്തിന് ആദ്യം പറയാം. ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളെ സംബന്ധിച്ച് ജേർണലിസം പലതരത്തിലും നമുക്ക് കാണാം. ഇപ്പോൾ ഒരു ചാനലുകളിൽ നിന്ന് നമ്മൾ വാർത്തകൾക്കപ്പുറം, അതിൻ്റെ ഒരു സെൻസേഷണലൈസേഷൻ അപ്പുറം മറ്റൊരു വിശകലന സാധ്യത പ്രതീക്ഷിക്കുന്നത് അബദ്ധമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ ജോലി അതല്ല. അത് വാർത്തകളെ പലതരത്തിൽ കൊണ്ടുവരിക, അപ്പോൾ ഹാപ്പൻ ചെയ്യുന്ന സംഗതികളെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് വാർത്താ മാധ്യമങ്ങളുടെ ഒരു രീതി. നിർഭാഗ്യവശാൽ നമ്മളുടെ ടെലിവിഷൻ ചാനലുകൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വലിയ അപ്രമാദിത്വം ഉണ്ടാവുകയും അവർ അജണ്ട സെറ്റ് ചെയ്യുകയും അവർ വാർത്തകളെ നിശ്ചയിക്കുകയും തെറ്റായ വാർത്തകൾ ഉണ്ടാക്കുകയും തെറ്റായ പെർസെപ്ഷൻസ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് വലിയ ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിനകത്ത് പെട്ടുപോകുന്നുണ്ട് പത്രമാധ്യമങ്ങൾ, മറ്റ് അച്ചടി മാധ്യമങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ. ആ ഒരു ടെലിവിഷൻ ജേർണലിസം, ടെലിവിഷൻ വാർത്താ ജേർണലിസം, ഇൻഫോർടൈൻമെന്റ്, എന്റർടൈൻമെന്റിന്റെ മോഡിലേക്ക് ഒരു ഷോ ബിസിനസ്സായി മാറിയ വാർത്താ മാധ്യമങ്ങളുടെ ഒരു സെറ്റിലേക്ക് മറ്റ് വിശകലനാത്മകമായ മാധ്യമപ്രവർത്തനം നടത്തേണ്ട, അല്ലെങ്കിൽ അന്വേഷണാത്മകമായ മാധ്യമപ്രവർത്തനം നടത്തേണ്ട മറ്റു മാധ്യമങ്ങൾക്കും കൂടെ ഓടേണ്ട ഒരു ദൗർഭാഗ്യകരമായ സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ കേസ് എടുത്തു കഴിഞ്ഞാൽ ആരുടെ മറ്റ് മാനസികാവസ്ഥയെ പറ്റിയിട്ടൊരു സ്റ്റോറി ചെയ്യുന്ന സ്റ്റോറികൾക്കൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ അത് ഒരു വിശകലന, ഓഫ് കോഴ്സ് ക്രൈം ഒരു വ്യക്തി
ജനിച്ചപ്പോൾ തന്നെ ഞാൻ നാളെ മുതൽ ക്രിമിനലായേക്കാം, ഭാവിയിൽ എൻ്റെ 23-ാമത്തെ വയസ്സിൽ ഒരാളെ കൊന്നേക്കാം എന്നൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ലല്ലോ. അതൊരു സിറ്റുവേഷൻസ് ആണ്. അവർ വളർന്നു വന്ന സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജനറ്റിക്കലിയുള്ള പ്രശ്നങ്ങളായിരിക്കാം, അവരുടെ ചിന്താ പദ്ധതികൾ രൂപപ്പെട്ട സാഹചര്യങ്ങളായിരിക്കാം, എല്ലാമായിരിക്കാം. അതും സിസ്റ്റമിക് ആണ്, സൊസൈറ്റിയിലാണ് പ്രശ്നങ്ങൾ. ക്രൈം ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് നിയമപരമായിട്ട് നോക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും പഠിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. അതൊരു കേസായിട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ജന്മനാ തന്നെ ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റിലേക്ക് വളരുന്ന പ്രകൃതമുള്ള മനുഷ്യരുണ്ടാവാം, സൈക്കോപാത്തുകളായിട്ടുള്ള ആളുകളുണ്ടാവാം, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ക്രൈമിലേക്ക് നിർബന്ധിക്കപ്പെട്ടവരുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച്, സാമ്പത്തിക സ്ഥിതി അനുസരിച്ചൊക്കെ ക്രൈമിൽ ചെയ്യാൻ നിർബന്ധിതരാവുന്നവരുണ്ടാവാം. പലതരം സിറ്റുവേഷൻസ് ആണ്. അതിനെ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സംഗതിയോ എടുത്തു വെച്ച് തീർപ്പുകളിലേക്ക് എത്തുന്നത് എത്രത്തോളം ശരിയാവും എന്നെനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് പറയാനുള്ള സംഗതി ഉറപ്പായിട്ടും അതും കേൾക്കാനുള്ള ബാധ്യത സമൂഹത്തിനുണ്ട്. പക്ഷെ നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് ക്രൈമായിട്ട് തന്നെ നിലനിൽക്കുകയും ക്രൈമിന് നിലനിൽക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയിലുള്ള ശിക്ഷാ നടപടികൾ എന്താണോ അത് നമ്മുടെ സിസ്റ്റം ജനാധിപത്യവും ഭരണഘടന അനുസൃതമായതുകൊണ്ട് ആ ഭരണഘടനയിൽ അല്ലെങ്കിൽ അതിൻ്റെ നിയമ സംഹിതയിൽ എന്താണോ ഇത്തരം ക്രൈമുകൾക്ക് കൊടുക്കേണ്ട ശിക്ഷ അത് ഈ ഒരു സിസ്റ്റത്തിനകത്ത് ലഭിക്കുകയും വേണം. മറ്റത് ഒരു സാമൂഹ്യ പഠനത്തിൻ്റെ ഭാഗമായി മാധ്യമങ്ങൾ ചെയ്യേണ്ടതാണ്. അത് വാർത്താമാധ്യമങ്ങളിൽ നിന്നല്ല പ്രതീക്ഷിക്കേണ്ടത്. വിശകലനാത്മകമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ഇത്തരത്തിലുള്ള മൈൻഡ് സെറ്റുള്ള ആളുകളെ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു, അതിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ കാരണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ജനറ്റിക്കൽ കാരണങ്ങൾ എന്താണ്, അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അന്വേഷിക്കുകയും ഇതൊക്കെ കണ്ടന്റ് ആണല്ലോ. അങ്ങനെ തന്നെയാണ് ചരിത്രം രൂപപ്പെട്ടിട്ടുള്ളതും സാമൂഹ്യശാസ്ത്രം രൂപപ്പെട്ടിട്ടുള്ളതും ഒക്കെ ഇത്തരം പഠനങ്ങളിലൂടെയും വ്യക്തികളുടെ മാത്രമല്ല സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും ഒക്കെ ഇത്തരത്തിലുള്ള പലതരം വീക്ഷണകോണുകളിലുള്ള പലതരം വിശകലന പഠനങ്ങളിലൊക്കെ കൂടെ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുക. അത് തന്നെയാണ് ഇതിനെ എൻറിച്ച് ചെയ്യുന്ന സംഗതിയും. ഉറപ്പായിട്ടും ആ അർത്ഥത്തിൽ ഗ്രീഷ്മയും പഠിക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട് ഗ്രീഷ്മ അങ്ങനെ ചിന്തിച്ചു എന്നുള്ളതും പഠിക്കപ്പെടേണ്ടതും മാധ്യമങ്ങൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടതൊക്കെ തന്നെയാണ്. ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അന്വേഷിക്കാൻ പോകുമ്പം സത്യം ഇതാണ് എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് അന്വേഷിക്കാൻ പോകരുത്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമേ നിങ്ങൾ കാണുകയുള്ളൂ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യം അന്വേഷിക്കുമ്പോൾ അത് അത്രയും നമ്മൾ ബയാസ് ഇല്ലാതെ അന്വേഷിക്കണം. അതിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആളുകളാണ് എൻ്റെ ചുറ്റും. ഒരു കാര്യം ഇതിനോടൊപ്പം ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഞാൻ ഇപ്പൊ ഗ്രീഷ്മയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ, അവർക്കെന്ത് പറയാനുണ്ട് എന്ന് കേൾക്കേണ്ട ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കില്ലേ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നല്ല, ഉണ്ടോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായമാണ്. ഞാൻ ആ ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഈ അടുത്ത് ഈ ഗ്രീഷ്മ എപ്പിസോഡിന് തൊട്ട് മുമ്പ് ഈ നെയ്യാറ്റിൻകരയിൽ ഒരാൾ മരിച്ചിട്ട് സമാധി ഇരുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രചാരണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഗോപൻ സ്വാമി എന്ന് അവരുടെ മക്കൾ വിശേഷിപ്പിക്കുന്ന നെയ്യാറ്റിൻകര സ്വദേശിയായ ഗോപൻ എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഇവിടെ ഈ മക്കളുടെ വേർഷൻ കേട്ടു, അമ്മയുടെ വേർഷൻ കേട്ടു, പിന്നെ അവിടെ സമാധിക്ക് വേണ്ടി വാദിക്കാൻ വന്ന സംഘടനാ ഭാരവാഹികളായിട്ടുള്ള മനുഷ്യന്മാരുടെ ഒക്കെ വേർഷൻ നമ്മുടെ മീഡിയ കേട്ടു. അത് മുഴുവൻ കേൾപ്പിക്കുകയും ചെയ്തു വളരെ ലൈവായിട്ട്. അപ്പോൾ അവിടെ അത് കേൾപ്പിക്കേണ്ടതുണ്ട് എന്ന് അവർക്കറിയാം, മീഡിയാസിന് അറിയാം. ഒന്ന് ആലോചിച്ചോ, ഒരു യുക്തിയുമില്ലാത്ത ഒരു തരത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വാദങ്ങൾ അവതരിപ്പിക്കുന്ന മനുഷ്യന്മാർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾപ്പിച്ചു. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ലൈവായി കേൾപ്പിച്ചു ഇല്ലേ? അപ്പോൾ എവിടെയാണ് ഇത് തിരിച്ചു കേൾപ്പിക്കേണ്ടത് എന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക് അറിയാത്തതല്ല. അതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു അജണ്ടയും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഞാൻ അവിടെ നിന്ന് വേറൊരു സംഗതിയിലേക്ക് വരാം. അപ്പോൾ ഗ്രീഷ്മ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ രക്തയക്ഷി എന്ന് മാധ്യമങ്ങൾ ഒരുപക്ഷെ ചിത്രീകരിച്ചത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന പി പി ദിവ്യയാണ്. എനിക്ക് പി പി ദിവ്യനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ CPM കാരനല്ല, എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഒന്ന് ആലോചിച്ചു, ഒരു 10-30 ദിവസം തുടർച്ചയായിട്ട് ഒരു മരണത്തിന് ഉത്തരവാദിയായ സ്ത്രീ എന്ന് ആക്ഷേപിച്ച് ചർച്ചകൾ നടത്തി.
അവരുടെ ഭാഗം വേണ്ടത്ര കേട്ടോ. ഗോപൻ സ്വാമിയുടെ മകനോ മക്കൾക്കോ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അവിടെ വാദിക്കാൻ വന്ന ആളുകൾക്കോ കൊടുത്ത സമയം കേരളത്തിലെ മാധ്യമങ്ങൾ അവർക്ക് കൊടുത്തോ? എനിക്ക് തോന്നുന്നില്ല. ഇനി അവിടെ നിങ്ങൾ നിർത്തുക. കേരളത്തിൽ പുതിയതായിട്ടൊരു ടെലിവിഷൻ ചാനൽ വന്നപ്പോൾ അതിലൊരു റിപ്പോർട്ടർ കേരളത്തിലൊരു സ്റ്റോറി ചെയ്തു. ഇന്നും സമാനമായൊരു സംഭവം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ 2 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയെ കൊലപ്പെടുത്തി കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയോ ചെയ്തതായിട്ട് കേട്ടിട്ടാണ് നമ്മൾ ഈ ഇന്ന് രാവിലെ തുടങ്ങുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 100-ലധികം കുട്ടികളെ ഇതുപോലെ അവരുടെ അമ്മമാരോ രക്ഷിതാക്കളോ കൊലപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അമ്മമാർ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്ക്. എന്തുകൊണ്ട് ഈ അമ്മമാരുടെ ഒരു വേർഷൻ നമ്മൾ കേട്ടിട്ടില്ല കേട്ടോ. കേരളത്തിൽ ഇതേവരെ കേട്ടിട്ടില്ല. ഈ അമ്മമാർക്ക് എന്ത് പറയാനുണ്ടെന്ന് കേരളം കേട്ടിട്ടേ ഇല്ല. എല്ലാവരും, കേരളത്തിലെ മീഡിയ മുഴുവൻ ആ അമ്മമാരുടെ അവിഹിത ബന്ധങ്ങളെക്കുറിച്ചുള്ള കഥകൾ വിളമ്പിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ പൂർവ്വകാമുകന്മാരെക്കുറിച്ചുള്ള കഥകൾ വിളമ്പിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ മുമ്പിൽ വിളമ്പിയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ അമ്മമാരുടെ കഥ എന്തായിരുന്നു എന്ന് കേൾക്കാൻ കേരളത്തിൽ ഒരു മീഡിയയും തയ്യാറായിട്ടില്ല. ഇതേക്കുറിച്ചൊരു അന്വേഷണം ഈ പറയുന്ന റിപ്പോർട്ടർ നടത്തി. ഈ സ്ത്രീകളെ മുഴുവൻ പോയി കണ്ടു. ഇവരുടെ അന്നത്തെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിച്ച് മനസ്സിലാക്കി. ഇവരുടെ സാമൂഹ്യാവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിച്ച് മനസ്സിലാക്കി. ഇവരുടെ കുടുംബത്തിനകത്ത അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിച്ച് മനസ്സിലാക്കി. അത്യാവശ്യം എന്താ പറയുക, കേരളത്തിലൊരു 10 കൊല്ലത്തിനിടെ ഇതേപോലെ ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. അത്രയും പണിയെടുത്തിട്ടുണ്ട്. അത്ര വലിയ മികച്ച വർക്കാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അത്രയും പണിയെടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു റിപ്പോർട്ട് കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊടുത്തു. ഇവർക്കൊക്കെ പലർക്കും പോസ്റ്റ്മോർട്ടം സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഈ സ്ത്രീകൾക്ക് പലർക്കും എന്ന് വളരെ വ്യവസ്ഥാപിതമായ അന്വേഷണത്തിലൂടെയും എക്സ്പേർട്സിൻ്റെ കമൻസിലൂടെയും ഒക്കെ അവർ പറയാൻ ശ്രമിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക, 5 വർഷത്തിനിടെ 100-ലധികം കുഞ്ഞുങ്ങൾ കേരളത്തിലെ അമ്മമാരാൽ കൊല ചെയ്യപ്പെട്ടു എന്നും അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്നും പഠിച്ചിട്ട് റിപ്പോർട്ടറിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ഒരൊറ്റ മീഡിയ കേരളത്തിൽ അത് ഏറ്റെടുത്തില്ല. കേരളത്തിൽ ഒരു ചർച്ചയും അതിനെക്കുറിച്ച് സംഭവിച്ചിട്ടില്ല. ഒരു ചർച്ചയും സംഭവിച്ചിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സമാധിയെക്കുറിച്ച് ചർച്ച ചെയ്ത അത്ര പോലും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. ജനങ്ങൾക്ക് താല്പര്യമുള്ളത് കേൾക്കാൻ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാലും കാണാൻ നല്ല രസം എന്ന് പറയുന്ന പോലെ. ഒറ്റ കാര്യം കൂടെ കൂട്ടിച്ചോദിച്ചാൽ, ഈ ജേർണലിസത്തിന്റെ ബേസിക് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് തന്നെ അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്നാണ്. അമ്മയെ തല്ലിയ കാര്യത്തിൽ ഒരു വേറൊരു പക്ഷം ഉണ്ടാവുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പക്ഷെ ജേർണലിസത്തിന്റെ തിയറി അത് അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്നാണ്. പക്ഷെ പലപ്പോഴും അമ്മയുടെ പക്ഷം ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ തല്ലുകൊണ്ട ആളുടെ പക്ഷത്തേക്കാണോ കൂടുതൽ ഒരു ശ്രദ്ധ പോകുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സംശയം. ഇനി നമ്മുടെ സമയമായി. അപ്പം സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഓഡിയൻസിന് സംശയങ്ങൾ ചോദിക്കാൻ വളരെ നല്ല 2 എമിനന്റ് പേഴ്സണാലിറ്റീസിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഹലോ മാം, ഐ ആം ഹിബ ഫ്രം സെക്കൻഡ് എം ഇംഗ്ലീഷ്. ഞാനിവിടെ ഒരു സ്റ്റുഡൻറ്റുമാണ്, ഞാനൊരു പാരൻറ്റും കൂടിയാണ്. എനിക്ക് 9ഉം 6ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ട്. അപ്പം മാം പറഞ്ഞല്ലോ നമ്മൾ ഈ വെസ്റ്റ് പാരൻറ്റിങ് അഡാപ്റ്റ് ചെയ്യാൻ, അതാണ് നമ്മൾ അഡാപ്റ്റ് ബോത്ത് ഫാദർ ആൻഡ് മദർ എന്നുള്ള കാര്യം ആദ്യം നമ്മൾ പറ്റി മാമിന്റെ ഒരു അഭിപ്രായം എന്താണ്? ആദ്യം ഞാനൊന്ന് തിരുത്തട്ടെ. വെസ്റ്റേൺ സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും പാരന്റ്ഹുഡ് അല്ലെങ്കിൽ ഇത് തന്നെയാണ് പാട്രിയാർക്കി എന്ന് പറയുന്ന ഒരു സംവിധാനം. അത് ഒരേ ജോലി ചെയ്യുന്ന, ഒരേ തൊഴിലെടുക്കുന്ന, ഇപ്പോൾ നിങ്ങളുടെ കാര്യം പേരെന്തായിരുന്നു? ഹിബ ഇവിടെ പഠിച്ചു കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അടുക്കളയിലേക്കായിരിക്കും പോവുക. രാവിലെ ഇങ്ങോട്ട് വരുന്നത് ഈ കുട്ടികൾക്കുള്ള ഭക്ഷണവും ഈ പറയുന്ന ഭർത്താവിനുള്ള ഭക്ഷണവും എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ വന്ന് വീണ്ടും ഈ
നേരെ മറിച്ച് ഭർത്താവ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ രാജുവേട്ടനും അങ്ങനെ തന്നെയായിരിക്കും, വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അത് ഡിഫോൾട്ടായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് നമ്മൾ. ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ഒരേ ജോലി ചെയ്യുന്ന രണ്ടുപേര് തിരിച്ച് ഒരുമിച്ച് വീട്ടിൽ ചെന്നാലും ഒരാൾ നേരെ അടുക്കളയിലേക്ക് പോവുകയും ഒരാൾ നേരെ മുറിയിൽ എന്നാ ഞാൻ പറയാ, എന്തും ചെയ്യാനുള്ള ഒരു മുറിയിലേക്ക് പോവുകയും ചെയ്യും. അതൊരു ഇപ്പോൾ ആൺകുട്ടികൾ അങ്ങനെയാണ്. അവര് വൈകുന്നേരം, പെൺകുട്ടികൾക്കൊക്കെ നമ്മൾ അമ്മയെ സഹായിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റും കൂടെ ഇവിടെ ഇരിക്കുന്ന അധികം പേർക്കും വിചാരിക്കും, ഞാൻ ഇനി ഇവിടെ വീട്ടിലെ ജോലിയൊന്നും ഞാൻ ചെയ്യുന്നില്ല, എന്താ അവൻ്റെ കൂടെയുള്ള എൻ്റെ ബ്രദറിന് ചെയ്തൂടെ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇതേ ചോദ്യം ചോദിച്ചിട്ടില്ല, ഞാൻ അടിച്ചു വാരിയാൽ മാത്രമേ ശരിയാവുള്ളൂ, ചേട്ടൻ അടിച്ചെന്താ വരാത്തേന്ന് ചോദിക്കും. പക്ഷേ എന്ത് പറ്റുമെന്നറിയോ, പിന്നെ ചെയ്യേണ്ടി വരുന്നത് അമ്മയായതുകൊണ്ട് നമ്മളത് കാണുന്നത് കൊണ്ട് അമ്മേനെ സഹായിക്കാൻ വേണ്ടി പിന്നെയും നമ്മൾ അടിച്ചു വരാൻ തുടങ്ങും, ക്ലീൻ ചെയ്യാൻ തുടങ്ങും, തുണി അലക്കാൻ തുടങ്ങും, ബാത്റൂം കഴുകാൻ തുടങ്ങും. വന്ന് 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 എന്ത് സംഭവിക്കും, ഇത് നമ്മളുടെ ചുമതലയായിട്ട് മാറും. വീട് വൃത്തികേടായി കിടന്നു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുക നമ്മുടെ അടുത്താണ്, എന്താണ് ഇത് കാണിച്ചു വെച്ചേക്കുന്നതെന്ന് ചോദിക്കും, ഭക്ഷണമായില്ലേ എന്ന് ചോദിക്കും. നമ്മളും അതിന് പാകപ്പെട്ടു എന്നുള്ളതാ. അതിനെ തിരുത്തേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ വീട്ടിനും ഓരോ സിസ്റ്റം പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടി വരും. അതിനൊരു കൃത്യമായ ഒരു നോംസോ സംഗതിയൊന്നുമില്ല. സമരങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തുടങ്ങണം. ആദ്യം നമ്മുടെ മനസ്സിനുള്ളിൽ നിന്ന് ഒരു സമര ജീവിയെ സ്വയം രൂപപ്പെടുത്തുകയും അതിനെ പല രീതിയിൽ വീട്ടിൽ പ്രയോഗിക്കുകയും അതിനെ സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യണം. വലിയ ഫൈറ്റാ. നമ്മൾ ഭയങ്കരമായിട്ട് ചിലപ്പോൾ പുറത്തൊക്കെ പോകേണ്ടി വരും. നമ്മൾ അതിനകത്ത് നിന്ന് എടുത്തെറിയപ്പെടുകയൊക്കെ ചെയ്യും. ഒരാളും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ വീട്ടിൽ നിന്നോ പുറത്തുള്ള വീട്ടിൽ നിന്നോ അയൽ വീട്ടിൽ നിന്നോ ഒന്നും സപ്പോർട്ട് കിട്ടുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കരുത്. പക്ഷേ ഉള്ളിലുള്ള ഈ ഒരു സ്വയം സമരജീവിയായിട്ട് രൂപപ്പെടും. ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചില്ലേ, അത് എത്രത്തോളം മടുപ്പിൽ നിന്നായിരിക്കും ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം എല്ലാ സ്ത്രീകളും രാത്രികളിൽ ഭൂരിപക്ഷം സ്ത്രീകളും പണിയുടെ ആധിക്യം കൊണ്ട്, ശരീരവേദനകൾ കൊണ്ട്, അസുഖങ്ങൾ കൊണ്ട് രാത്രി കരയുന്നവരായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ നമ്മുടെ അമ്മമാരൊക്കെ അത്തരം, അല്ലെങ്കിൽ കരയാൻ പോലും സാധിക്കാത്ത വേദന, ശരീരം അവരെ തളച്ചിടുന്ന ഒരു വലിയ കുടുക്കുണ്ട്. ഒരു പ്രസവമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അത്രയും കാലത്തെ ഫ്ലെക്സിബിലിറ്റി അങ്ങ് നഷ്ടപ്പെടുകയും ഇതേ ശരീരം വെച്ചിട്ടാണ് നമ്മൾ പിന്നെയും രാവിലെ എണീറ്റ് പണിയെടുക്കുന്നത്, രാത്രി കിടക്കുന്നത് വരെ ഏറ്റവും വൈകി ഉറങ്ങുകയും ഏറ്റവും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്ന ജീവികളാണ് വീട്ടിലെ സ്ത്രീകൾ എന്ന് സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്. ആരുടെയും ബോധരക്ഷനല്ല, ഇവിടെ ഇരിക്കുന്ന ഒരു ആൺകുട്ടിയുടെയും ബോധരക്ഷനല്ല രാവിലെ എന്ത് ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ളത്, അതിനെന്ത് രാത്രി ഒരുക്കി വെക്കണം എന്നുള്ളത് ഒരു ആണിൻ്റെയും ബോധം അല്ല. ഈ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിചാരിക്കുന്ന സ്ത്രീകളും ഈ ഒരു സിസ്റ്റത്തിന്റെ പാട്രിയാർക്കൽ ബോധത്തിന്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ അല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് അമ്മയെ സഹായിക്കണം എന്ന് തോന്നുന്നത്. ആ അമ്മ കഷ്ടപ്പെടുന്നത് കാണുമ്പോഴാണ് മിക്കവാറും എല്ലാ പെൺകുട്ടികളും എല്ലാ ഫെമിനിസ്റ്റ് ചിന്തകളും മാറ്റി വെച്ചിട്ട് വീണ്ടും അമ്മയെ സഹായിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ഈ സിസ്റ്റം ഈ പാമ്പിന്റെ വാല് കടിച്ച മാതിരിയാ, ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുക. പക്ഷേ വൺസ് നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിയാൽ, അതൊരു വലിയ പുറത്തേക്ക് പോക്കായിരിക്കും. അത് തുറന്നിടുന്ന വഴികൾ ചെറുതുമായിരിക്കില്ല. നമ്മൾ സഫർ ചെയ്യും, വൈകാരികമായിട്ടുള്ള സഫറിങ്സ് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനെ ബ്രേക്ക് ചെയ്യാൻ എളുപ്പമല്ല. പക്ഷെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ തുറവിയുമായിരിക്കും. ഭാഗ്യം എന്നോട് ആ ചോദ്യം ചോദിച്ചില്ല. പക്ഷേ ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് മറുപടി ഉണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിതിന്ന് ബ്രേക്ക് ചെയ്തൊരു മനുഷ്യനാണ്. ഇപ്പോൾ മനില ചോദിച്ചില്ലേ, പിറ്റേ ദിവസം നാളെ രാവിലെ എന്തുണ്ടാക്കണം എന്ന് അവിടെ ഞാനും ആലോചിക്കാറുണ്ട്. അത് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്, ഉണ്ടാക്കാറുണ്ട്. അത്യാവശ്യം നന്നായി കുക്ക് ചെയ്യാൻ അറിയാം എന്നുള്ളതുകൊണ്ട് കൂടിയാണ്. വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു സിസ്റ്റവും നമ്മളിപ്പോൾ വെസ്റ്റേൺ ആയാലും നമ്മുടെ ഇന്ത്യൻ ആയാലും പെർഫെക്റ്റ് അല്ല. അത് നമുക്ക് പറ്റുന്ന മാതിരി നമ്മുടെ കണ്ടീഷൻസിന് വേണ്ടി അഡാപ്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഹലോ, എനിക്ക് ചോദിക്കാനുള്ള രാജീവ് സാറിനോടാണ്. ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അവരുടെ നരേറ്റീവ് പറയുന്ന സമയത്ത് പലപ്പോഴും ഒപ്രസേഴ്സ് ഹെയ്റ്റ് സ്പീച്ചുകൾ നടത്താറുണ്ട്. അതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരതിനെ എന്താ ഞങ്ങൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഇല്ലേ
എന്നവർ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ പൊതുവെ ഇന്റലക്ച്വൽ സർക്കിളുകളിൽ ഇവർക്ക് പറയാനുള്ള ഈ വെറുപ്പിന്റെ നരേറ്റീവുകൾ നമ്മൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആയിട്ട് കണക്കാക്കാറില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ മാധ്യമ പ്രവർത്തന രംഗത്തെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ അനുഭവങ്ങൾ വെച്ചിട്ട്, നിങ്ങളുടെ ഒരു സൈദ്ധാന്തികമായ വിവരം വെച്ചിട്ട് ഈ വിവേചന ബുദ്ധി നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുക? ഏതാണ് ഫ്രീഡം ഓഫ് സ്പീച്ച്, ഏതാണ് അതല്ലാത്തത് എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കുന്നത്? ഇതിൽ എന്താ പറയുക, റീസെൻ്റായിട്ട് വളരെ കോൺട്രവേഴ്സ്യലായി ഈ BJP ഹാൻഡിലുകൾ അല്ലെങ്കിൽ RSS ഹാൻഡിലുകളൊക്കെ പ്രചരിപ്പിച്ച മുൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഒരു സ്പീച്ചുണ്ട്. 2009 എൻ്റെ ഒരു ഓർമ്മ. അതായത് ഈ രാജ്യത്തെ വിഭവങ്ങളുടെ അവകാശം, ആദ്യത്തെ അവകാശം ന്യൂനപക്ഷങ്ങൾക്ക്, സ്ത്രീകൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് ആണ് എന്ന് മൻമോഹൻ സിംഗ് പ്രസംഗിച്ചു എന്നാണ് ഇവർ എന്താ പറയുക BJP ഹാൻഡിലുകൾ വലിയ തോതിൽ പ്രചരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ആ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് രാജ്യത്തെ വിഭവങ്ങളുടെ പ്രാഥമിക അവകാശം ആദിവാസികൾക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, മൈനോറിറ്റീസിനാക്കി നമ്മൾ വിഭാവനം ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റിലേക്ക് നമ്മൾ എത്തൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പ്രസംഗിക്കുന്നത്? 2009 പ്രത്യേകിച്ച് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ വക്താവായിരിക്കുന്ന ഈ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചേക്കാളധികം ഫിനാൻഷ്യൽ ടൂൾസാണ് രാജ്യത്തെയും അതിൻ്റെ ഡെവലപ്മെൻറ്റിനെയും ഡിസൈൻ ചെയ്യുകയും ഡിഫൈൻ ചെയ്യുകയും ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടാവുക? ഓവർ എ പീരീഡ്, അതായത് പ്രധാനമന്ത്രിയായി, അദ്ദേഹം ധനമന്ത്രിയായിട്ട് തുടങ്ങി, പിന്നീട് പ്രധാനമന്ത്രിയായി ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിലൂടെ സൊസൈറ്റിയെ സമീപിക്കാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയൊരു തിരിച്ചറിവിൽ നിന്നാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. അതായത് ഇപ്പോഴും ഒരു ഈക്വൽ സ്റ്റാറ്റസിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത വിഭാഗങ്ങൾക്കാണ് ഈ വിഭവങ്ങളുടെ അധികാരം നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പമായിട്ട് പറയുന്നത്. ഏതാണ്ട് അത് തന്നെയാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ഈ നറേറ്റീവുകളുടെയും ഒക്കെ കാര്യത്തിലും ഉള്ളത്. കാരണം നമ്മൾ ഇപ്പോൾ ഒപ്രസ്ഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ അവരുടെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഒപ്രഷനെതിരായിട്ടുള്ളൊരു റിയാക്ഷനായിരിക്കും. ഒപ്രഷനെതിരായിട്ടുള്ളൊരു റിയാക്ഷൻ ഒരിക്കലും വളരെ എന്താ പറയുക, വളരെ ലോജിക്കലായിക്കൊള്ളണമെന്നില്ല, വളരെ സമചിത്തതയോടുകൂടെയുള്ള ആയിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ ഭാഷ നമ്മൾ എന്താ പറയുക, വളരെ സുഖകരമായൊരു ഭാഷ ആയിക്കൊള്ളണമെന്നിരിക്കില്ല. പക്ഷെ അത് നമുക്ക് മനസ്സിലാവണം, ഇതൊരു ഒപ്രസ്ഡ് ആയിട്ടുള്ള ക്ലാസിൻ്റെ ഭാഷയിൽ നിന്ന്. ഇപ്പോൾ PJ വിൻസെൻ്റ് മാഷ് ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ലിറ്റററി ഫെസ്റ്റിവലിൽ ഒരു കാര്യം പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഹമാസിൻ്റെ ഈ October 7 ആക്രമണത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അദ്ദേഹം ഇത് പറയുന്നത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ റിയാക്ട് ചെയ്തത് എന്ന് വിൻസെൻ്റ് മാഷ് വിശദീകരിക്കുന്നത് എങ്ങനെയാണ്, മറ്റേ ബ്രിട്ടീഷുകാരോട് നിങ്ങൾ ഇന്ത്യ വിട്ട് പോകണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്, അല്ലാതെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരണം എന്ന് അപേക്ഷിക്കുകയല്ല ചെയ്തത്. നിങ്ങൾ ഇവിടുന്ന് പോകണം എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുക ചെയ്യുന്നത്. അതായത് ഒരു ഒപ്രസ്ഡ് ക്ലാസ് എപ്പോഴും അവരോട് സംസാരിക്കുന്നത് നിങ്ങൾ ഇവിടുന്ന് പോകണം എന്നാണ്, അല്ലാതെ അത് ഞങ്ങളുടെ അവകാശമാണ് എന്നേ അവർ പറയുള്ളൂ, അല്ലാതെ നിങ്ങളുടെ ഔദാര്യമാണ് എന്നൊരു ഒപ്രസ്ഡ് ക്ലാസ്സിന് പറയാൻ സാധിക്കില്ല. അങ്ങനെയല്ല ഒരു ഒപ്രസ്ഡ് ക്ലാസ് പറയുക. അതുകൊണ്ടാണ് ഹമാസ് ഇസ്രായേലിനോട് അങ്ങനെ പ്രതികരിച്ചത് എന്നാണ് വിൻസെൻ്റ് മാഷ്. സെയിം തിങ് ആണ് ഈ ഇവിടെയും സംഭവിക്കുന്നത്. ഒപ്രസ്ഡ് ആയിട്ടുള്ള ഏത് വിഭാഗത്തിൻ്റെയും റിയാക്ഷന് അവരുടെ അനുഭവങ്ങളുടെ ഒരു വേദനയുടെ പ്രതിഫലനം ഉണ്ടാവും അവരുടെ ശബ്ദത്തിലും അവരുടെ റിയാക്ഷനിലും. അത് ഏത് ക്ലാസ്സിനെ നിങ്ങൾ എടുത്തോളൂ, ഏത് ക്ലാസ്സിനെ എന്ന് പറയുമ്പോൾ ഇപ്പം ഇവിടെ അവസാനം ഇതിന് തൊട്ട് മുമ്പ് വന്ന ചോദ്യത്തിൽ തുടങ്ങിയിട്ട് മുകളിലേക്ക് നിങ്ങൾ പൊക്കോളൂ. ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ റിയാക്ഷന് ആ വേദനയുടെ മൂർച്ചയുണ്ടാവും, വേദനയുടെ ആഴം ഉണ്ടാവും. അത് പറയുമ്പോൾ ഒപ്രസ് ചെയ്യുന്ന ക്ലാസ്സിന് മുഖത്ത് അടിയേറ്റ മാതിരി തോന്നും. അതവിടെ ഉണ്ടാവും. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറെ കൂടെ ഡെമോക്രാറ്റിക്കായി ചിന്തിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു അജണ്ട ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ വേറൊരു മെജോറിറ്റേറിയൻ അജണ്ടയിൽ നിന്നുകൊണ്ട് കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാകാതെ പോകുന്നത്.
ഇപ്പോൾ ഓഫ് ലൈറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഇവിടെ നോൺ മുസ്ലിംസും ഉണ്ടാവുമല്ലോ. മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഓഫ് ലൈറ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നറേറ്റീവ് ഉണ്ടല്ലോ. അവർ കണ്ടില്ലേ, മുമ്പൊന്നും ഇത്രയും പർദ്ദ ധരിച്ചിട്ടൊന്നും ആളുകളെ കണ്ടിട്ടില്ല. ഇപ്പം കണ്ടില്ലേ, കൂടുതൽ ആളുകൾ പർദ്ദ ധരിക്കാൻ തുടങ്ങിയത്. പർദ്ദ മാത്രമല്ല, മുഖം മുഴുവൻ മറയ്ക്കുന്ന വിധത്തിൽ, കണ്ണ് മാത്രം കാണുന്ന വിധത്തിൽ, ചിലർ കണ്ണും കൂടെ മറയ്ക്കുന്ന വിധത്തിൽ ഉള്ള ഡ്രസ്സ് ധരിച്ചിട്ടാണ് അവരൊക്കെ വരുന്നത്. ഇത് മുമ്പുണ്ടായിരുന്നില്ല കേരളത്തിൽ. ഇത് കൂടിക്കൂടി വരികയാണ്. ഇവർ കൂടുതൽ എന്താ പറയുക, വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു നറേറ്റീവ് വളരെ സ്ട്രോങ് ആയിട്ട് കേരളത്തിലുണ്ട്. ഇതിങ്ങനെ പറയുമ്പോൾ എന്ന് മുതലാണ് ഇത് സംഭവിക്കാൻ തുടങ്ങിയത് എന്നുള്ളൊരു ക്വസ്റ്റ്യനുള്ള മറുപടി നിങ്ങൾ ആലോചിക്കാറില്ല. 992 ഡിസംബർ 6 ശേഷം ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി വലിയ തോതിൽ അരക്ഷിതരാവുകയും ഞങ്ങളുടെ സ്വത്വം എന്നുള്ളത് സംരക്ഷിക്കണമെങ്കിൽ ഞങ്ങൾ തന്നെ ശ്രമിക്കണമെന്ന തോന്നലുണ്ടാവുകയും അതിൻ്റെ അടയാളങ്ങളെ ഞങ്ങൾ കൊണ്ടാടണമെന്ന് സ്വയം നിശ്ചയിക്കുകയും ചെയ്യുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾ കേരളത്തിലും പൊതുവിൽ ഇന്ത്യൻ സമൂഹത്തിലും വളരെ പ്രകടമായി വരാൻ തുടങ്ങുന്നത്. അതിനു മുമ്പ് ഇതുണ്ട്, പക്ഷേ ഇത് വ്യാപകമാകാൻ തുടങ്ങിയതിന് ഈ 992 ഡിസംബർ 6 എന്നുള്ള ഡേറ്റിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം വെച്ചാൽ ഒരു സൊസൈറ്റി അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളപ്പെടുകയാണ്. ആ അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്നൊരു സൊസൈറ്റി എന്താ ചെയ്യാം? അവർ കൂടി നിൽക്കാൻ ശ്രമിക്കും. അവർ സ്വയം അവരിലേക്ക് തന്നെ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കും. അവരുടെ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഇതിൻ്റെ കൂടെ സംഭവിക്കുന്ന വേറൊരു ഉപോൽപ്പന്നമുണ്ട്, അത് മാർക്കറ്റാണ്. അപ്പം ഇതിന് ശ്രമിക്കുമ്പോൾ മാർക്കറ്റ് അതിനെ ഉത്തേജിപ്പിക്കാനും ശ്രമിക്കും. ഇത് രണ്ടും സംഭവിക്കും. അപ്പോൾ ഇതിനെ എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാൻ പാകത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പൊതുവിൽ മാധ്യമങ്ങളിൽ വളരെ കുറവാണ് സംഭവിക്കാറ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. വളരെ സട്ടിലായിട്ട് അല്ലെങ്കിൽ വളരെ ബ്രോഡായിട്ട് മീഡിയാസ് ചെയ്ത ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും. പക്ഷേ അതിന് ഈ ചെറിയ സമയം പോരാ, ഒരുപാട് പറയാനുണ്ട്. നേരിട്ട് അനുഭവിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലഞ്ച് ബ്രേക്കിനുള്ള ആകാംക്ഷ പരിതരാണെന്ന് തോന്നുന്നു. നമുക്കിവരെ കുറച്ചുകൂടെ ലോങ് സെഷന് വിളിക്കേണ്ടതായിരുന്നു. നമ്മുടെ ഷെഡ്യൂളിൻ്റെ ഒരു പ്രശ്നം കാരണമൊക്കെയാണത്. സോ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, സമയമുണ്ടല്ലോ അല്ലേ? നമ്മളെ രാജീവ് ശങ്കറാണ്. സാറിനെ മുമ്പ് കണ്ടിട്ട് സാർ ഓർമ്മ ഉണ്ടാവില്ലേ? സാലി ഇടയ്ക്കിടയ്ക്ക് വരായിരുന്നത്. അപ്പോൾ സാറിലേക്കുള്ളത് ഒരു സിമ്പിൾ ചോദ്യമാണ്. ഈ എന്തുകൊണ്ടാണ് പോസ്റ്റ് ട്രൂത്ത്, അതായത് എന്തുകൊണ്ടാണ് ഈ ട്രൂത്ത് പോസ്റ്റ് ആവുന്നത് എന്ന് സാറിൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്? എവിടെയാണ് നമ്മൾ ഈ ട്രൂത്ത് ഫോൾസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ലൈൻ എവിടെ ഡ്രോ ചെയ്യും? ആ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്കും ഉള്ളത്. അപ്പോൾ ആ ക്യാരക്ടറിലൂടെ ഒരു അഭിപ്രായം പറഞ്ഞു. അത് ക്യാരക്ടറിൻ്റെ അഭിപ്രായമാണ്, എൻ്റെ അഭിപ്രായമല്ല. ക്യാരക്ടറോട് ഞാൻ യോജിക്കുന്നു എന്ന് പറയുന്നത് ഓദർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഇന്റർവ്യൂവിൽ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പൊ ChatGPT തന്നെ ചില കാര്യങ്ങൾ ചോദിച്ചാൽ നേരിട്ട് പറയില്ല. അവരോട് നമ്മൾ പറയും ഞാനൊരു നോവൽ സൃഷ്ടിക്കുകയാണ്, അതിൽ ഇങ്ങനെയാണ് പ്ലോട്ട്, അത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എത്ര ഒഫെൻസീവ് ആണെങ്കിലും അത് നമുക്ക് റിസൾട്ട് തരും. അപ്പൊ അവിടെ എത്തിക്കൽ കൺസിഡറേഷൻ. അപ്പം ഒരു ക്യാരക്ടറിലൂടെ സൊസൈറ്റിയിൽ ക്യാവസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു നെറേറ്റീവ് കൊണ്ടുവരൽ കൊണ്ട് സാറ് പറഞ്ഞ പോലെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മളതിനെ ലഘൂകരിക്കുക, അല്ലെങ്കിൽ അത് പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അത് താഴ്ത്തി വെക്കില്ലായിരുന്നു വേണ്ടിയിരുന്നത്. ഒരു എത്തിക്കൽ ഡിലമ വന്നുകൊണ്ട് ചോദിച്ചാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ ക്യാരക്ടറിലൂടെ അല്ലാതെ നേരിട്ട് എപ്പോഴും പറയുകയാണെങ്കിൽ നമ്മൾ അനുകൂലിക്കുമില്ലേ, അതാദ്യം നോക്കുക. അപ്പോൾ നേരിട്ടായിരുന്നു പറഞ്ഞെങ്കിൽ മിക്കവാറും പ്രതികൂലിക്കുമായിരുന്നു. കാരണം നേരിട്ട് പറയാൻ പാടില്ല എന്ന് ഒരു നിലക്ക് ടാബ് പോയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ളൊരു സാധനം ക്യാരക്ടറിലൂടെ അവതരിപ്പിച്ചപ്പോൾ അത് ശരിയാവേണ്ടിയിരിക്കുന്നു. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറയുമ്പോൾ അതിലുടായ്പ് എന്ന് നമ്മൾ പറയാൻ പറ്റൂലേ? പിന്നെ അത് സമയം ഉണ്ടല്ലോ. ഒരു ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ഒറ്റൊന്നും കൂടി ആഡ് ചെയ്യാണ് ഞാൻ. നിങ്ങൾ എന്താണ് വെസ്റ്റേൺ എന്താണ് ഫാമിലി സിസ്റ്റം, ഈസ്റ്റേൺ ഫാമിലി സിസ്റ്റം എന്നുള്ളതിൻ്റെ ഡിഫറൻഷ്യേറ്റ്, അത് രണ്ടും കൂടി താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറയുന്നു. പക്ഷെ എനിക്ക് കൈൻഡ് ഓഫ് ഒരു വെസ്റ്റേൺ സിസ്റ്റത്തെ ഒന്ന് അനുകൂലിച്ച പോലെ തോന്നി. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മളിപ്പോൾ എന്താണ് നമ്മളെ ഈ സൊസൈറ്റിയുടെ ഒരു ലക്ഷ്യം? ക്രൈം റേറ്റ് ഒരു കുറയ്ക്കുക, അതൊക്കെ നമുക്ക് ലക്ഷ്യമാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു സമൂഹമാവുക, ഐഡിയൽ സിറ്റിസൺ ആവുക, നമുക്ക് ലക്ഷ്യമാക്കി എടുക്കാൻ പറ്റും. അപ്പം യൂറോപ്യൻ ഇപ്പോൾ കണക്ക് പ്രകാരം, ഞാൻ കണക്കെന്ന് പറയുന്നില്ല, ഇപ്പോൾ ഫാദർലെസ് അമേരിക്ക എന്ന് പറഞ്ഞിട്ട് ഡേവിഡ് ബ്ലാങ്കൻഹോണിന്റെ ഒരു പുസ്തകം തന്നെ ഉണ്ട്. അവിടെ ഈ പറഞ്ഞ ഫെമിനിസം അതിന്റെ പീക്കിലെത്തിയിട്ടുണ്ട്, ലിബറലിസം പീക്കിലെത്തിയിട്ടുണ്ട് നില. ഇത് കാരണത്താൽ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ്, അത് കാരണം എന്ന് ഞാൻ പറയുന്നില്ല, ഡേവിഡ് ബ്ലാങ്കൻഹോണിന്റെ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം തന്നെ പറയാണ് ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ ടീമൊക്കെ ഉണ്ട്. അവരെ കണക്ക് കൊടുത്തിട്ടുള്ളത് പ്രകാരം ഫാദർ ഇല്ല, കുടുംബ സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ മിസ് പറഞ്ഞ മാറ്ററിലേക്ക് കൂടി കിടക്കുകയാണ്. അപ്പം ഇവിടെയുള്ള ഇപ്പൊ നമ്മളെ ഇവിടെയുള്ള സ്ത്രീകള് അവര് ആ ഒരു
ഇപ്പം ഡ്രോപ്സ്, പക്ഷേ ഈ റോപ്പുകൾ എവിടെ ബ്രേക്ക് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് അറിയില്ല. അപ്പൊ എവിടെയോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് അവർക്ക് ഒരു നറേറ്റീവ് കൊടുക്കണം, ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിപ്പോകും. അപ്പം എവിടേക്കാണ് നമ്മൾ പോകേണ്ടത്, വാട്ട് ഇസ് അവർ എയിം എന്നുള്ള ഒരു അൾട്ടിമേറ്റം നമ്മൾ കൊടുക്കേണ്ടതില്ലേ? അപ്പൊ 2 ചോദ്യമായി. ഒന്ന് മീശ, ഒന്നതിലും സാറിനേക്ക് എന്താണ് ട്രൂത്ത് പോസ്റ്റ് ആവുന്നതിന്റെ വാരം വരയ്ക്കുന്നതെന്ന് സമയമുണ്ടെങ്കിൽ അതനുസരിച്ച്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ ഉത്തരവും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. വളരെ എക്സ്പ്ലെയിനിങ് ആയിരുന്നു. എനിവേ, ഞാനല്ല പാനൽ മെമ്പേഴ്സ്. സാറ് പറയാം. മീശയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അത് സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം, ഒരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ളതിനെ അത് കൃത്യമായിട്ട് നിർവചിക്കുന്നുണ്ട്. പക്ഷെ ആ വാർത്ത മാതൃഭൂമി വളരെ ഉൾപേജിൽ 5-ാം പേജിൽ ഒരു ചെറിയ വാർത്തയായിട്ടാണ് കൊടുത്തത് എന്നുള്ളതാണ്. മാതൃഭൂമി വിജയിച്ച ഒരു സംഭവം കൂടിയിട്ടായിരുന്നു. ഒരു കഥാപാത്രത്തിലൂടെ പറഞ്ഞുകൊണ്ട് എഴുത്തുകാരൻ രക്ഷപ്പെടുകയൊന്നുമല്ല ചെയ്യുന്നത്. നമ്മുടെ എഴുത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എഴുത്തിൻ്റെ സാഹിത്യത്തിൻ്റെ ചരിത്ര ഒരു പശ്ചാത്തലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ എഴുത്തുകാർ മുഴുവൻ കഥാപാത്രങ്ങളിലൂടെ സംസാരിക്കുകയും തങ്ങൾക്ക് പറയാനുള്ള സംഗതികൾ കഥാപാത്രത്തിന് നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. നമ്മൾ വിശ്വസിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ഐഡിയോളജിക്ക് എതിരായ സാധനമെല്ലാം സിസ്റ്റത്തിനെതിരാണ് എന്നുള്ളത് നമ്മുടെ വ്യാഖ്യാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു എഴുത്തുകാരൻ അയാളുടെ കഥാപാത്രത്തിലൂടെ സംസാരിച്ചത് ഒരു സൊസൈറ്റിയിൽ കയോസ് ഉണ്ടാക്കുമോ എന്നുള്ളത് നമ്മുടെ ഭീതിയാണ്. അത് നമ്മൾ അതിനെ നമ്മൾ ആ പറയുന്ന കയോസ് ഉണ്ടാക്കി എന്ന് വിശ്വസിക്കുന്ന ആ ഗ്രൂപ്പിനോടൊപ്പം നിന്ന് ചിന്തിക്കുമ്പോഴാണ് അത് കയോസ് ഉണ്ടാക്കുന്നു എന്ന വിലയിരുത്തലിലേക്ക് നമ്മൾ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ് സക്കീർ ഹുസൈന് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടി വന്നതെന്ന് ആലോചിച്ചാൽ മതി. ഒരു കലാകാരൻ എന്ന് പറയുന്നത്, ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നത്, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ എല്ലാത്തരം എക്സ്പ്രഷൻസിനെയും ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആവിഷ്കാരം എന്ന് പറയുന്നത് അയാളുടെ ചിന്തയാണ്, അയാളുടെ രാഷ്ട്രീയമാണ്, അയാളുടെ അതേ സമൂഹത്തിന് പ്രതിലോമകരമല്ലാത്ത, പ്രതിലോമകരം എന്ന് പറയുമ്പോൾ ഭരണഘടന നിശ്ചയിക്കുന്ന ഒരു ജനാധിപത്യ സിസ്റ്റത്തിൽ ഭരണഘടന പറഞ്ഞു വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ വയലേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളത് സിസ്റ്റത്തിൻ്റെ പ്രതിലോമകരമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ അതിനുള്ളിൽ നിൽക്കുന്ന എന്തും അനുവദനീയം തന്നെയാണ്. വിമർശനങ്ങൾ ഉണ്ടാവണം. ഒരു ഞാൻ വിമർശിക്കുമ്പോൾ അത് മറ്റൊരു വിഭാഗത്തിന് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് കൊണ്ട് വിമർശിക്കാതിരിക്കുന്നത് ജനാധിപത്യപരമല്ല. എൻ്റെ ചിന്ത ഈ രീതിയിൽ പ്രകടിപ്പിച്ചാൽ അതിനോട് എതിർചിന്തയിലുള്ള ഒരാൾക്ക് അസ്വീകാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാതിരിക്കുന്നത് എൻ്റെ ആവിഷ്കാര അത് ശരിയല്ല. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഭരണഘടന തരുന്നുണ്ട്. ഇന്ത്യൻ സിസ്റ്റത്തിൽ ഇന്ത്യൻ ഭരണഘടന എനിക്ക് എത്രത്തോളം ആവാമെന്നും എന്തായിരിക്കണമെന്നും അനുശാസിക്കുന്നുണ്ട്. മീശയിൽ കൃത്യമായ ജഡ്ജ്മെന്റ് ഉണ്ട്. അത് നോവലിസ്റ്റിന്റെ സ്വാതന്ത്ര്യമാണെന്നും അത് നോവലിസ്റ്റിന്റെ കഥാപാത്രത്തിലൂടെ പറഞ്ഞതിനെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നും ഒക്കെ തന്നെയാണ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിലുള്ളത്. അത് ഇവിടുത്തെ എഴുത്തുകാർ മുഴുവൻ മാധ്യമങ്ങളും എല്ലാം കൃത്യമായി വായിച്ച് പഠിക്കേണ്ട ഒരു ജഡ്ജ്മെന്റും കൂടിയാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായി തന്നെയാണ് എസ് ഹരീഷിന്റെ ആ നോവൽ വന്നിട്ടുള്ളത്, ആ കഥാപാത്രം സംസാരിച്ചിട്ടുള്ളത്, അതാണ് പ്രസിദ്ധീകരിച്ചത്. അതിനെതിരെയാണ് ഹിന്ദുത്വ ശക്തികൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തത് മറ്റൊരാൾ ചെയ്യുമ്പോഴല്ല, അത് സമൂഹത്തിന് ഏത് തരത്തിലുള്ള പ്രതിലോമകരമായ അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു. മതങ്ങൾ വിമർശിക്കപ്പെടണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മതങ്ങളുടെ ടെക്സ്റ്റുകൾ വിമർശിക്കപ്പെടണമെന്നും മതങ്ങൾ പിന്തുടർന്നു വരുന്ന സംഗതികളെല്ലാം വിമർശിക്കപ്പെടണമെന്നൊക്കെ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അത് കലയിലൂടെ ആവാം, സാഹിത്യത്തിലൂടെ ആവാം. മതങ്ങൾ ഒരു അടച്ചിട്ട 100% ശരിയായിട്ടുള്ള രൂപപ്പെട്ടു വന്ന ഒരു സംഹിതയൊന്നുമല്ല. ഇപ്പൊ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആളുടെ സമാധി, അതിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ അയാളുടെ റിലീജിയസ് സെന്റിമെന്റ്സ് മുറിപ്പെടും എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് പറയാതിരിക്കുന്നുണ്ടോ? അത് അവരുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നമ്മൾ വിമർശിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. അത് അത്തരത്തിലുള്ള പ്രതിലോമകരമായ സംഗതികളെ മുഴുവൻ ഇപ്പൊ ഗോവൻ എന്ന് പറയുന്ന വ്യക്തി
അയാളുടെ 100% അയാളുടെ മക്കളുടെ ഒക്കെ ബൈറ്റുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് മാർക്കറ്റ് ഉണ്ട്, അതിനകത്ത് വിശ്വാസം ഉള്ളടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നെന്മാറയിലുണ്ടായ ഇരട്ടക്കൊലപാതകം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വിശ്വാസിയായ ഒരാൾ വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്തിട്ടുള്ള 2 കൊലപാതകങ്ങളാണ്. അതിനെ നമ്മൾ വിമർശിക്കുന്നില്ലേ? അയാളുടെ റിലീജിയസ് സെന്റിമെന്റ്സ് വയലേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് നമ്മളുടെ സിസ്റ്റമോ വ്യക്തിപരമായോ ഒക്കെ നമ്മൾ വിമർശിക്കാതിരിക്കുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് എല്ലാ മതങ്ങളിലും പ്രതിലോമകരമായിട്ടുള്ള അവസ്ഥകളുണ്ട്. എല്ലാ മതങ്ങളും വിമർശിക്കപ്പെടണം. മതങ്ങളൊന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വിമർശിക്കപ്പെടേണ്ട സന്ദർഭങ്ങളിൽ അത് വിമർശിക്കപ്പെടും. അത് അയാളുടെ സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്യുക എന്നുള്ളതല്ല. അത് അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് കോമൺ സെൻസാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാധ്യമങ്ങളുടെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്കറിയാം ഇത് എവിടെയാണ് കയറി കൊടുക്കുക എന്ന് മനസ്സിലാവുമ്പോൾ അത് കോമൺ സെൻസ് ആണ്. അത് നമ്മൾ ഇത്രയും കാലം ജീവിച്ചു വന്ന രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ട് ആർജിക്കുന്ന ജേർണലിസ്റ്റിക് കോമൺ സെൻസ് ആണ്. അത് വെച്ചിട്ട് തന്നെയാണ് പെരുമാറേണ്ടത്. ഈ മീശ വിവാദത്തിൽ ഞാൻ വിചാരിക്കുന്നത് സംഘപരിവാർ വിചാരിക്കുകയാണ് അത് റിലീജിയസ് സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്തതെന്ന്. നമ്മൾ ജേർണലിസ്റ്റിക്കലി അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക്കലി അല്ലെങ്കിൽ റൈറ്ററുടെ പക്ഷത്ത് നിന്ന് നമ്മൾ വിചാരിക്കുന്നില്ല അത് ഒരു റിലീജിയസ് കക്ഷികളുടെ ഹേർട്ട് ചെയ്തതെന്ന്. അതിനെ ശരിവെക്കുകയാണ് ഇന്ത്യൻ ഭരണഘടന ചെയ്തത്. ഇതിലൊരു കൂട്ടിച്ചേർക്കൽ ഞാൻ നടത്താം. ഇപ്പം ഈ ഹരീഷിൻ്റെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഹർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതന്നെ ഇതിനേക്കാളൊക്കെ മുമ്പ് വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഈ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന സ്ത്രീകളെ വിശേഷിപ്പിച്ചുകൊണ്ട്. ആ കവിതയിലെ വാരികൾ ഹേർട്ട് ചെയ്യാത്ത റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഹരീഷിൻ്റെ എന്താ പറയുക നോവലിലെ പരാമർശമൊന്നും ഹേർട്ട് ചെയ്യുന്നില്ല. അതൊന്നും വേണ്ട. നിങ്ങൾ ഇതിൻ്റെ പൂർവ്വ രൂപങ്ങളായിട്ടുള്ള ടെക്സ്റ്റുകളിലേക്ക് നിങ്ങൾ പോയി നോക്കിയാൽ മതി. അത് ഏത് മതത്തിൻ്റെ എടുത്താലും ആ ടെക്സ്റ്റുകൾ അന്നത്തെ സൊസൈറ്റിയെ കീറി മുറിച്ചുകൊണ്ട് എഴുതപ്പെട്ട ടെക്സ്റ്റുകളാണ് അതൊക്കെ. അന്നത്തെ സൊസൈറ്റിയെ കീറി മുറിച്ചിട്ടാണ് ആ ടെക്സ്റ്റുകളൊക്കെ എഴുതിയിട്ടുള്ളത്. അത് ഏതാണെങ്കിലും ഏത് വിശുദ്ധ ഗ്രന്ഥം എടുത്താലും, ബൈബിൾ എടുത്താലും കൊള്ളാം, ഖുർആൻ എടുത്താലും കൊള്ളാം, അല്ലെങ്കിൽ ഇപ്പോൾ റിലീജിയസ് ടെക്സ്റ്റാണ് എന്ന് ഹിന്ദുത്വം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതിഹാസ പുരാണങ്ങൾ എടുത്താലും അത് അന്നത്തെ സൊസൈറ്റിയെ കീറി മുറിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അത് മാത്രമല്ല ഈ പറയുന്ന എന്താ മതം എന്ന് പറയുന്ന നമ്മൾ ഫിക്സ്ഡ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളെ നമ്മൾ എത്രത്തോളം മാറ്റി തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ സ്വയം ആലോചിച്ചാൽ മതി. നമ്മൾ എങ്ങനെ മാറ്റി തീർക്കുന്നുണ്ട്, നമ്മളുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എങ്ങനെ വ്യാഖ്യാനിച്ച് മാറ്റി തീർക്കുന്നുണ്ട് എന്ന് നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി. വേറെ എങ്ങോട്ടും നോക്കണ്ട. നമ്മളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ അതിനെ നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി എങ്ങനെ വ്യാഖ്യാനിച്ച് മാറ്റുന്നുണ്ടെന്ന്. അത്രയേ ഉള്ളൂ എന്ന് നമുക്കപ്പം മനസ്സിലാവും. അത്രയേ ഉള്ളൂ അതിനകത്ത്. പിന്നെ എന്തിനാണ് ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിന് ചില ചിട്ടവട്ടങ്ങൾ വേണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. ആ ചിട്ടവട്ടങ്ങളിൽ വിശ്വസിച്ച് ജീവിച്ചു പോരുന്ന ആളുകൾക്ക് അങ്ങനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ ഈ സത്യാനന്തര സംഗതികളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പണി കുറേ കാലമായിട്ട് ഇവിടെ നടക്കുന്നതാണ്. നമ്മൾ ഇന്നാണ് നമ്മൾ അതിനെ കുറെ കൂടെ അതിൻ്റെ ഫലം നമ്മൾ ഒരു പൊളിറ്റിക്കൽ ആൻഡ് എന്താ പറയുക രാഷ്ട്രീയവും അധികാരവുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുന്നത് ഈ കാലത്തായതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ വലിയ തോതിൽ വേവലാതിപ്പെടുന്നത്. അത് ഇന്ത്യയിൽ മാത്രം സംഭവിച്ചൊരു സാധനമല്ല. പൊതുവിൽ ഈ എന്താ പറയുക ഹാർഡ് കോർ റൈറ്റിസ്റ്റുകൾ എവിടെയൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ നിങ്ങളിത് കാണാൻ സാധിക്കും. അത് മറ്റേ ഇറ്റലിയിലാണെങ്കിലും ബ്രസീലിലാണെങ്കിലും അർജൻറ്റീനയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എവിടെയൊക്കെ ഹാർഡ് കോർ റൈറ്റിസ്റ്റുകൾ അധികാരത്തിൽ വന്നിട്ട് അവിടെ മുഴുവൻ ഈ എന്താ നുണകളെ സത്യമായിട്ട് അവതരിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അത് വളരെ ചെറിയ സംഗതിയിൽ തുടങ്ങി വളരെ വലിയ സംഗതികളിൽ വരെ, വളരെ ചെറിയ ആളുകളിൽ തുടങ്ങി വലിയ ആളുകളെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രചരിപ്പിക്കുന്ന ആളുകളിൽ വരെ ഉണ്ട് ഇതിൻ്റെ ഒരു പ്രൊപ്പഗാൻഡ മെക്കാനിസം. അതൊരു വെൽ ഡിസൈൻഡ് ആയിട്ടുള്ളൊരു മെക്കാനിസം ആയിട്ട് മാറി എന്നുള്ളതാണ് നമ്മൾ ഈ കാലത്ത് കാണുന്ന ഒരു സംഗതി. അതുകൊണ്ടാണ് ഈ പറയുന്ന നുണകൾ വളരെ പെട്ടെന്ന് ആളുകളുടെ ഇടയിലേക്ക് ഈ നുണ സ്ഥാപിക്കാനുള്ള ശ്രമം ഇന്നുള്ളത് തുടങ്ങിയതല്ല, വളരെ കാലം മുമ്പേ തുടങ്ങിയതാണ്. അത് എന്ന് പറഞ്ഞാൽ ഒറ്റ ഉദാഹരണം കൊണ്ട് ഞാൻ വിശദമാക്കി തരാം. 1949 ഡിസംബർ 23-നും 24-നും ഇടയ്ക്കുള്ള രാത്രിയിൽ ബാബറി മസ്ജിദിനുള്ളിൽ
രാമൻ്റെ വിഗ്രഹങ്ങൾ കൊണ്ടുപോയി വെക്കുകയും അവിടെ അന്ന് വരെ ആരാധന നടത്തിക്കൊണ്ടിരുന്ന ഒരു മുസ്ലിം ആരാധനാലയത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടക്കുകയും ചെയ്തു എന്നുള്ളൊരു FIR രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു. ഇപ്പോഴും ആ FIRൻ്റെ കോപ്പി ഒരുപക്ഷെ അവൈലബിൾ ആണ്. പക്ഷെ പോസ്റ്റ് ട്രൂത്ത് എന്താ സംസാരിക്കുന്നത്? രാമവിഗ്രഹങ്ങൾ അവിടെ സ്വയം ഭൂവായി ഉണ്ടായതാണ് എന്നാണ് പോസ്റ്റ് ട്രൂത്ത് നമ്മളോട് സംസാരിക്കുക. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഈ നറേറ്റീവ് എത്രയോ കാലം കൊണ്ട് നിർമ്മിച്ചെടുത്തതാണ്. ഈ പോസ്റ്റ് ട്രൂത്ത് നറേറ്റീവ് എത്രയോ കാലം കൊണ്ട്, എത്ര തവണ ആവർത്തിച്ചിട്ടായിരിക്കും ഇവർ ഈ പുതിയ നുണ സത്യമായിട്ട് നമ്മുടെ ഇതുപോലെയാണ് ഓരോന്നും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു ഒറ്റ ഉദാഹരണം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദേവസ്വം ബോർഡുകൾ സർക്കാർ ഖജനാവിൽ നിന്ന് സർക്കാർ ഖജനാവിലേക്ക് പണം നൽകുകയാണ് ചെയ്യുന്നത് എന്നുള്ള നറേറ്റീവ് എത്രയോ കാലമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതായത് ഹിന്ദു മതസ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളൊക്കെ അവരുടെ പണം എടുത്തിട്ട് ഈ ദേവസ്വം ബോർഡിലേക്ക്, സർക്കാർ ഖജനാവിലേക്ക് നൽകുകയാണ്. ഇപ്പുറത്ത് ഇത് ഹജ്ജിന് സബ്സിഡി കൊടുക്കുന്നു എന്നുള്ള നറേറ്റീവ് എത്രയോ കാലമായിട്ട് നമ്മുടെ മുമ്പിൽ. നേരെ തിരിച്ചാണ് സംഗതി. വളരെ ഉൾട്ടയാണ് കാര്യങ്ങൾ. കാരണം വെച്ചാൽ ഇപ്പോൾ പോലും ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ നടക്കാൻ പോകുന്നതിന് 750 കോടി രൂപ സംസ്ഥാന മന്ത്രിസഭ അനുവദിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ നറേറ്റീവ് അവിടെയുണ്ട്. ഇതിങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിനെ പൊളിക്കണമെങ്കിൽ നമ്മൾ ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കണം. ഇമോഷൻ കൊണ്ടല്ല ഇതിനെ നേരിടാൻ പറ്റുക, ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് വെച്ചുകൊണ്ടാണ്. അപ്പം അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ള കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കുറേ ആളുകൾ അതിൽ ചെയ്യുന്നുണ്ട്. ട്രൂത്ത് എറയിലേക്ക് മാധ്യമങ്ങൾ പോകണമെങ്കിൽ ട്രൂത്തിനെ സ്വീകരിക്കാനുള്ള ഒരു ഓഡിയൻസ് അവർക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു വിമർശനം കേൾക്കുമ്പോഴേക്കും എൻ്റെ മതത്തിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ സമുദായത്തെ, എൻ്റെ ജാതിയെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ കേൾക്കാനുള്ള ഒരു ധാർമ്മികതയും നമ്മൾക്കുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മളായിരിക്കാം ഒരുപക്ഷെ ഇവരെ പോസ്റ്റ് ട്രൂത്ത് എറയിലേക്ക് തള്ളിവിട്ടത്, തിരിച്ചും ആയിരിക്കാം എന്നുള്ളതാണ്. ഇനി അതൊരു ക്വസ്റ്റ്യൻ. എൻ്റെ പേര് റൈഷ. ഞാൻ സെക്കൻഡ് ഇയർ MA സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ അല്ല കോളേജ്, KMO ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കൊടുവള്ളി. എൻ്റെ ചോദ്യം ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ സമൂഹത്തിലാണ്. ഇന്നത്തെ വർത്തമാനകാലത്തെ മാധ്യമ പ്രവർത്തനത്തിൽ വ്യക്തി ജീവിതത്തിലേക്ക് കൂടുതലും ക്യാമറ കണ്ണുകൾ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ രണ്ടുപേരുടെയും അഭിപ്രായം എന്താണ്? അല്ലെങ്കിൽ അതൊരു യഥാർത്ഥ മാധ്യമ ധർമ്മമാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈവസി ലംഘിക്കുക എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്കൊരു സ്ഥിരം പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട്. പ്രൈവസിക്ക് ഒരു വിലയും കൊടുക്കാത്ത വിധത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത്. നമുക്ക് കേരളത്തിനല്ല, ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്ത് വേറെ എവിടെയും നിങ്ങൾക്ക് ഇതേപോലെ ക്യാമറ എടുത്ത് ഇങ്ങനെ നടക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരാളുടെ സമ്മതമില്ലാതെ അയാളുടെ ദൃശ്യമെടുത്ത് അല്ലെങ്കിൽ അയാളുടെ ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു ക്രൈം നടന്ന സീൻ ഇത്രയും വിശദമായിട്ട് മീഡിയയിൽ കാണിക്കാൻ പറ്റില്ല. ഇന്ന് രാവിലെ പോലും 2 വയസ്സ് മാത്രമുള്ളൊരു കുഞ്ഞിൻ്റെ മൃതദേഹം വെളുത്ത തുണിയിൽ പൊതിഞ്ഞ് പായയുടെ പുറത്ത് വെച്ചിരിക്കുന്നത് കാണിക്കാൻ നമ്മുടെ മീഡിയാസ് മത്സരിച്ചൊരു കാഴ്ചയുണ്ടായിരുന്നു. എന്ത് ലാഭമാണ്, എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് അതുകൊണ്ടുണ്ടാവുന്നത്? ഒരാളുടെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറിയതുകൊണ്ട് എന്ത് ലാഭമാണ്? ഇപ്പോൾ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ആലപ്പുഴയിൽ ഒരു 4-5 കുട്ടികൾ, മെഡിക്കൽ സ്റ്റുഡൻസ് വാഹനാപകടത്തിൽ മരിച്ച വാർത്ത നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിൻ്റെ പിറ്റേ ദിവസങ്ങളിൽ ആ വീടുകളിലേക്ക് ഒരു 10 ക്യാമറയെങ്കിലും മിനിമം കടന്നു ചെന്നിട്ടുണ്ടാവും. അവിടെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരാണ് അവിടെ ഉള്ളത്. അവരുടെ സ്വകാര്യതയെ മാനിക്കുക എന്ന് പറയുന്ന ഒരു പ്രാഥമികമായ മര്യാദ നമ്മൾ മീഡിയാസ് കാണിക്കേണ്ടതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ കാണിക്കുന്നേയില്ല. ഇതൊരു വലിയ ക്രൈസിസാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഇത് പറയാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അതിൽ മാത്രമല്ല ഈ പ്രൈവസിയുടെ പ്രശ്നമുള്ളത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു കൊലക്കേസിൻ്റെ വാർത്ത എല്ലാ മീഡിയാസും റിപ്പോർട്ട് ചെയ്തൊരു രീതി ഉണ്ടായിരുന്നു. ലൈംഗിക ബന്ധത്തിനിടെയാണ് കുത്തിക്കൊന്നത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്.
കുത്തിക്കൊന്നു എന്നുള്ളത് മാത്രമേ വസ്തുതയായിട്ടുള്ളൂ. ബാക്കിയൊന്നും എന്താ പറയുക, ലോകത്തിൻ്റെ പ്രശ്നമല്ല. ഒരു ക്രൈം നടന്നു, അതിങ്ങനെയാണ്. അത് നിങ്ങൾ ലൈംഗിക ബന്ധത്തിനിടെ കുത്തിക്കൊന്നതാണോ, നിങ്ങൾ നിൽക്കുമ്പോഴാണോ കുത്തിയത്, ഇതിൻ്റെ ഡെപ്പിക്ഷൻ്റെ ആവശ്യം എന്താ? നിങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ? നിങ്ങളിത് വായിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മുമ്പിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ? ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ? ഈ മീഡിയാസുള്ളവരോ മീഡിയാസിൽ പ്രവർത്തിക്കുന്നവരോ ആലോചിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതെങ്ങനെയാണ് ഇതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ തോതിൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് മീഡിയാസ്. ഇപ്പോൾ നേരത്തെ നിങ്ങളുടെ അധ്യാപിക സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇത് തിരുത്താൻ നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാത്രമേ അതിനുള്ള എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കോൺട്രിബ്യൂഷൻ ഉണ്ടാവുമെന്ന് ദയവായിട്ട് പ്രതീക്ഷിക്കരുത്. അതിനോട് കൂട്ടിച്ചേർത്തിട്ട് കാര്യം കൂടെ പറയാം. ഈ ടെലിവിഷനും യൂട്യൂബ് ചാനലുകളും അതെല്ലാം സത്യത്തിൽ വ്യവസ്ഥാപിത മാധ്യമങ്ങളല്ല. യൂട്യൂബിൽ നമ്മൾ കാണുന്ന ന്യൂസ് എന്ന് പുറകിൽ വെച്ചിട്ട് കാണുന്ന യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും ഒന്നും സത്യത്തിൽ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള തിയററ്റിക്കൽ ഗ്രൗണ്ടിൽ കൂടെ കടന്നു വന്നിട്ടുള്ള ആളുകളൊന്നുമല്ല. പക്ഷെ ഇവരെല്ലാം കണ്ടന്റ് മേക്കേഴ്സാണ്. ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ള, ഞാനെല്ലാം അവരെ കുറ്റം പറയുന്നതല്ല കേട്ടോ, അവരുണ്ടാക്കി വെച്ചിട്ടുള്ളൊരു വിഷ്വൽ കൾച്ചറുണ്ട്. എന്തിനും ഏതിനും ആളുകളുടെ അടുത്ത് ഇപ്പോൾ ഒരു ആള് ഒരു സെലിബ്രിറ്റീസ് ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അവർക്കൊന്നും നിന്ന് തിരിയാനുള്ള സൗകര്യം പോലും കൊടുക്കാതെ അവരിറങ്ങി വരുന്നത്, നടക്കുന്നത്. 10 സെക്കൻഡും 20 സെക്കൻഡും 30 സെക്കൻഡും ഒക്കെ ഉള്ള വീഡിയോയ്ക്ക് മില്യൺസാണ് വ്യൂ കിട്ടുന്നത്. വെറുതെ ഇറങ്ങി നടന്നാൽ മതി. അവിടെ നിന്ന് വരുന്നു, ഇവർ ചെയ്തത് കണ്ടാൽ ഞെട്ടും, മറ്റത് ചെയ്തു, ഇവർ ചെയ്തത് കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട്. ഇതിൻ്റെ പുറകിലാണ് വ്യവസ്ഥാപിത വിഷ്വൽ മീഡിയ പോകുന്നത് എന്നുള്ളതാണ് സങ്കടകരവും പരിതാപകരവുമായിട്ടുള്ളൊരു കാര്യം. മുമ്പ് ടെലിവിഷൻ ചാനലുകളുടെ, നമ്മളൊക്കെ കൈരളി ടി വിയിൽ വർക്ക് ചെയ്തിരുന്നൊക്കെ സമയത്ത് ഒരു ബുള്ളറ്റിൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് കൃത്യമായൊരു പാക്കേജ് ഉണ്ടായിരുന്നു. അരമണിക്കൂറോ 1 മണിക്കൂറോ വാർത്തയ്ക്ക്, നാഷണൽ വാർത്ത, ഇൻ്റർനാഷണൽ വാർത്ത, സ്റ്റേറ്റ് വാർത്ത, സ്പോർട്സ്, കാലാവസ്ഥ, അതിനകത്തെ ഒരു വാർത്ത എൻ്റർടൈൻമെൻറ്റ്, ഇങ്ങനെ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. മറിച്ച് ഇപ്പോൾ ടെലിവിഷൻ ചാനലുകൾ നടത്തുന്ന ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ ക്രൈം വാർത്തകളാണ് അവരുടെ ബ്രേക്കിംഗ് ന്യൂസുകളും. ക്രൈം വാർത്ത 1-2 ക്രൈം വാർത്തയുണ്ട്. ഒരു ക്രൈം വാർത്ത മതി. ഇപ്പോൾ അത് 4 ദിവസം റിപ്പോർട്ടറും ടെലിവിഷനിലിരിക്കുന്ന ആങ്കറും തമ്മിലുള്ള സംസാരവും ലൈവ് റിപ്പോർട്ടിങ്ങും കൊണ്ട് 2 വാർത്തയോ 1 വാർത്തയോ മതി 4 ദിവസവും ഓടിക്കാൻ. ഇതിൻ്റെ വിഷ്വൽ കണ്ടന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇപ്പോൾ ഇവിടെ എന്താ പറയുക, വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട്. നമ്മൾ ആരുടെയെങ്കിലും മൃതദേഹത്തിൻ്റെ ഒരു വിഷ്വല് ഇന്ന് തപ്പിയാൽ പോലും കിട്ടുമോ? കിട്ടില്ല. അത് ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേൽ, മൃതദേഹത്തിന് പോലുമുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേൽ ഉള്ള അവകാശത്തെ മാനിച്ചുകൊണ്ട് അവിടുത്തെ മീഡിയയും അവിടുത്തെ സ്റ്റേറ്റും ഭരണകൂടവും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഇവിടെ ഇന്നിപ്പോൾ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞിൻ്റെ ഇത് തന്നെയാണ് കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ ടെലിവിഷൻ ചാനലുകളുടെ നമ്മുടെ വിഷ്വൽ കണ്ടന്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. മൃതദേഹങ്ങളുടെയും ദുരന്ത ഭൂമികളുടെയും ദുരന്തങ്ങളുടെയും ആഘോഷമാണ് ടെലിവിഷൻ ചാനലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളിത് ചെയ്യുന്നു, അതിനെ ആഘോഷിച്ചുകൊണ്ട് അതിന്റെ പുറകെ പായാനായിട്ട് മറ്റ് ടെലിവിഷൻ മീഡിയ മത്സരിക്കുന്നു. ഇതൊരു എന്താ പറയുക, ദുരന്തങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസുകളും ദുരന്ത വിഷ്വലുകളുടെ ഒരു എന്താ പറയുക കലങ്ങിയ വെള്ളവുമാണ് നമ്മളുടെ വിഷ്വൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഗതി മാറിയിട്ടുള്ളത്. ഇതിനെ എങ്ങനെ തിരുത്താൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ല. പക്ഷേ ദുരന്തങ്ങളും ഒരുപക്ഷെ മനുഷ്യർക്ക് മടുക്കുമായിരിക്കും. ഇപ്പം ഈ പണ്ട് പ്രിന്റ് മീഡിയയിലൊക്കെ ഉണ്ടായിരുന്ന കണ്ണീരും കിനാവും അല്ലെങ്കിൽ ക്രൈം വാർത്തകൾ, ഇത്തരം വാർത്തകളൊക്കെ ഒരു ചെറിയ സ്പേസിൽ പോയിരുന്ന സംഗതികൾ പത്രങ്ങളുടെ പോലും ലീഡ് വാർത്തകളായിട്ട് മാറുന്നു. എല്ലാ ബുള്ളറ്റിൻ്റെയും ലീഡ് വാർത്ത എന്ന് പറയുന്നത് എവിടെയെങ്കിലും നടന്ന ഒരു ദുരന്ത വാർത്തയായിരിക്കും. പിന്നെയുള്ളൊരു സംഗതി, CCTV ക്യാമറകളിൽ പതിയുന്ന അപകട ദൃശ്യങ്ങൾ. അതൊരു കണ്ടന്റാ. അതൊരു കണ്ടന്റിന് വലിയ വിഷ്വൽ മില്യൺസ് ഓഫ് വ്യൂ. അത് മാർക്കറ്റും കൂടിയാണ്. അതിനകത്തുനിന്ന് പണം വരുന്നുണ്ട്. നമ്മൾ ഗ്രൗണ്ടിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തകൾക്കും 500-1000 വ്യൂവിന് അപ്പുറത്തേക്ക് പോവില്ല. നമ്മൾ ഒരുപാട് പണിപ്പെട്ട് ആളുകളുടെ ഇഷ്യൂസിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വരുമ്പോൾ അത് ആളുകൾക്ക് ആവശ്യമില്ല. മറിച്ച് ഇത്തരം ദുരന്ത വാർത്തകളുടെ, മൃതദേഹങ്ങളുടെ ഒക്കെ വിഷയം, അത് സെലിബ്രിറ്റീസ് ആയാലും അല്ലാത്ത ആളുകൾ മരിക്കുമ്പോഴൊക്കെ, നവീൻ ബാബു മരിച്ച സമയത്ത് അവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്ന് കരയാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ഒരു 10-15 ക്യാമറ അവരുടെ മുഖത്ത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ 24 മണിക്കൂർ നിന്നിട്ടുണ്ട്. അവരെപ്പോഴായിരിക്കും കരഞ്ഞിട്ടുണ്ടാവുക?
ഈ ക്യാമറകൾക്ക് മുന്നിൽ അവരെപ്പോഴായിരിക്കും അവര് സ്വയം ഒതുങ്ങി പോയിട്ടുണ്ടാവില്ലേ? അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന നെന്മാറ കൊലപാതകത്തിൽ ആ 2 പെൺകുട്ടികളുടെ കരച്ചിലിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ക്യാമറ കണ്ണുകൾ. ഇവരെങ്ങനെയാണ് അവർക്ക് ഫ്രീ ആയിട്ട് അവരുടെ മാത്രമായ ഒരു സമയം കണ്ടെത്തിയിട്ടുണ്ടാവുക? ക്രൈമാണ് സത്യത്തിൽ ടെലിവിഷൻ ചാനലുകളും അതിനെ പിന്തുടർന്നുകൊണ്ട് പത്രങ്ങളും ചെയ്യുന്നത്. അതിനെ എങ്ങനെ മാറ്റാൻ പറ്റും എന്ന് ചോദിച്ചാൽ സ്വയം എന്താ പറയുക, മാധ്യമങ്ങൾക്കുള്ളിൽ പോളിസി ഡിസിഷൻസ് ഒക്കെ എടുത്ത് മാറ്റേണ്ട ഒരു സംഗതി തന്നെയാണ്. മാറുമെന്ന് അതിനുള്ളിൽ ഇരുന്നുകൊണ്ട് പ്രതീക്ഷിക്കുന്നു. ഒരു ക്യാമ്പസിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ചോദ്യമാണ്. കുറേ കുട്ടികൾ തോൽക്കേണ്ടതുണ്ടെന്നും എല്ലാവരും ഇങ്ങനെ ജയിക്കാൻ പാടില്ല എന്നും കുട്ടികളെ തല്ലി വളർത്തണമെന്നും ഒരു ഭാഗത്ത് കേൾക്കുന്നുണ്ട്. വേറൊരു ഭാഗത്തു നിന്ന് അധ്യാപകരാണ് നന്നാവേണ്ടത് എന്നുള്ളൊരു പാലക്കാട് പശ്ചാത്തലത്തിൽ അങ്ങനെയും കേൾക്കുന്നുണ്ട്. എനിക്കൊന്ന് മനിലയൊക്കെ അതൊരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മനിലയോടാണ് ചോദ്യമെങ്കിലും രാജീവ് സാറിന് ഇടപെടാം. എന്താണ് നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ? പുതിയ തലമുറയോട്, അധ്യാപകരോട്, വിദ്യാർത്ഥികളോട് എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറയാനുള്ളത്? എവിടെയാണ് കറക്ഷൻ? നേരത്തെ ഇവിടെ കയറി വന്ന സമയത്ത് നേരത്തെ സംസാരിച്ചിരുന്ന ആൾ ഇതേ തന്നെയാണ് പറഞ്ഞിരുന്നത്. എല്ലാ കുട്ടികളും തോൽക്കണം, അങ്ങനെ ഞാൻ പറയൂല. എല്ലാ കുട്ടികളും, കാരണം നമ്മൾ ഈ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട്, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട്, അത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ച് നിങ്ങളവരെല്ലാവരും തോൽപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ച കുട്ടികൾ ഒരുപാട് മുന്നിലേക്ക് പോകും. തോറ്റ കുട്ടികളൊക്കെ ഈ പറയുന്ന നമുക്ക് മറ്റു പണികൾക്ക് ആളുണ്ടാവില്ല എന്നാണ് പറയുന്നത്. എല്ലാവരും ആ പണി എടുക്കട്ടെ എന്നേ. ഈ നല്ല വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ വിദ്യാഭ്യാസം കുറഞ്ഞവർക്ക് എടുക്കേണ്ട പണിയാണ് എന്നുള്ളതൊക്കെ ഒരു പഴയ ജാതി ശ്രേണിയുടെ ഒരു തോന്നലിനകത്ത് നിന്നിട്ട് ഹൈറാർക്കിയിൽ നിന്നുകൊണ്ടുള്ള വാദങ്ങളാണ്. നമ്മൾ പഠിച്ച് IAS IPS ഒക്കെ നമ്മൾ ഉന്നത നിലയിലെത്തുകയും തോൽക്കുന്ന കുട്ടികളെല്ലാം ഈ പണി എടുക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെയല്ല. എല്ലാവർക്കും തുല്യമായ വിദ്യാഭ്യാസം ഉണ്ടാവുകയും ഈ സിസ്റ്റം ജയമാണോ തോൽവിയാണോ നിശ്ചയിക്കേണ്ടതെന്നുള്ളത് അതും ഈ പറഞ്ഞ പോലെ സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു കറക്ഷൻ ആവശ്യപ്പെടുന്ന ചോദ്യമാണ്. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളെല്ലാവരെയും തോൽപ്പിക്കണം എന്ന് പറയുന്നതിനകത്ത് എനിക്ക് യോജിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾ A ഗ്രേഡ് മാനദണ്ഡമാക്കി വെക്കുന്നു, ഒരു തൊഴിലിന് A+ മാനദണ്ഡമാക്കി വെക്കുന്നു, കട്ട് ഓഫ് മാർക്ക് വയ്ക്കുന്നു, ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിനകത്ത് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളൊക്കെ പാടത്ത് പണിക്ക് പോട്ടെ തെങ്ങിൽ കയറട്ടെ എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. നിങ്ങൾ ആ രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരികയും ഭയങ്കര കോമ്പറ്റീറ്റീവ് ഫീൽഡ് തന്നെയാണ്. അതിനകത്തേക്ക് കുട്ടികളെ എക്യുപ്ഡ് ആക്കുക വേണ്ടത്. അല്ലെങ്കിൽ ആ സിസ്റ്റം മാറണം. ഇതിനകത്തിരുന്നു കൊണ്ട് തോൽക്കട്ടെ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമ്മളുടെ കുട്ടികളുടെ കാര്യം വരുമ്പോൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കും, കോളേജിൽ തല്ലുകൊള്ളാൻ വിടില്ല. അതുതന്നെയാണല്ലോ ഇപ്പോൾ കേരളം ഇവിടെ DSON ഫെസ്റ്റിൽ തല്ലുകൊണ്ട കുട്ടികളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു നേതാക്കന്മാരുടെ മക്കളും അതിനകത്ത് ഉണ്ടാവില്ല. അവര് അത്തരം കോളേജുകളിൽ പഠിക്കുന്നതൊക്കെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആളുകളായിരിക്കും. അല്ലാത്തവരൊക്കെ ഗംഭീര പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുകയും വിദേശത്ത് പോയി പഠിക്കുകയും അവരുടെ കരിയർ സെറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ തല്ലുകൊള്ളാൻ വേണ്ടിയിട്ട് കുട്ടികളെ തോൽപ്പിക്കുകയും തല്ലുകൊള്ളാൻ വേണ്ടി കുട്ടികളുടെ മാർക്ക് കുറയ്ക്കുകയും തല്ലുകൊള്ളാൻ വേണ്ടി പാടത്ത് പണിയെടുക്കാൻ വേണ്ടി കുട്ടികളെ ഉണ്ടാക്കുകയും വേണമെന്ന് ചോദിച്ചാൽ അതിനോട് എനിക്ക് യോജിപ്പില്ല. I hope the questions are all over. വളരെ ലെങ്തി സെഷനായിരുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷനാണ് എന്നാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ നമ്മുടെ ഗസ്റ്റിനെ അത്രയധികം ഉപയോഗപ്പെടുത്തിയതിന്. ഈ ഒരു പരിപാടിയിൽ വന്ന് നമ്മളോട് ഇത്രയധികം സമയം വിശപ്പൊക്കെ സഹിച്ച് ഇരുന്ന് സംസാരിച്ചതിന് മനില മാമിനും രാജീവ് സാറിനും എൻ്റെ പേരിലും കോളേജിൻ്റെ പേരിലും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ISA ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സംഘാടകരുടെ പേരിലും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്.